കഥ തുടരുന്നു. എന്തോ സാറ് സാധനം? ശിവദാസിന് തിടുക്കമായി. അയാൾ ഒരിക്കൽ കൂടി സ്ക്രീനിന് പുറത്തേക്ക് എത്തി നോക്കി. അവിടേക്ക് ആരും വരുന്നില്ലെന്ന് ഉറപ്പാക്കി. പിന്നെ ആർത്തിയോടെ സുഖദേവന്റെ മടിക്കുത്തിൽ മുഴച്ചു നിൽക്കുന്ന ഭാഗത്തേക്ക് കണ്ണയച്ചു. ഒരുപാട് വിലയുള്ള സാധനമാ ദാസേട്ടാ. യാതൊരു കാരണവശാലും മറ്റാരും അറിയാൻ പാടില്ല. അറിഞ്ഞാൽ പിന്നെ ഈ ടൗണിൽ ചേട്ടന് മുഖമുയർത്തി നടക്കാനാവില്ല, സുഖദേവ് ആവർത്തിച്ചു. സുഖദേവ് നൽകാൻ പോകുന്ന സാധനത്തിന്റെ മൂല്യം ശിവദാസിന് മനസ്സിലായി. ഒരുപക്ഷെ തൻ്റെ ജീവിതത്തെ തന്നെ അത് മാറ്റിമറിച്ചേക്കും. ഇനി ഇയാൾ ഇത് മടങ്ങി വാങ്ങാൻ വരുമ്പോഴല്ലേ രസം. ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ശിവദാസൻ സുഖദേവന്റെ കൈവെള്ളയിലേക്ക് തൻ്റെ കൈപ്പത്തി അമർത്തി. സത്യം, നമ്മൾ രണ്ടുപേരുമല്ലാതെ മറ്റാരും ഇതറിയത്തില്ല സാറേ. സുഖദേവ് പുഞ്ചിരിച്ചു. എനിക്ക് തൃപ്തിയായി ദാസേട്ടാ, വിശ്വാസവുമായി. ഒരിക്കലും ചേട്ടനത് പുറത്തു പറയില്ല. അയാൾ മടിക്കുത്തിൽ നിന്ന് ഒരു പൊതിയെടുത്തു. അതിൻ്റെ നീളവും വണ്ണവും കണ്ടപ്പോൾ സ്വർണ്ണ ബിസ്ക്കറ്റുകളാണെന്ന് ശിവദാസിന് തോന്നി. അയാൾ കൈ നീട്ടി. താ സാറേ, പൊതിയൊക്കെ ഞാൻ അഴിച്ചോളാം. പക്ഷേ സുഖദേവ് തന്നെ പൊതിയഴിച്ചു. ഉദ്യോഗത്തോടെ അതിലേക്ക് നോക്കി നിന്ന ശിവദാസിൻ്റെ മുഖം വിളറി. ഒരു കടാര അത് മടക്കി വച്ചിരിക്കുകയായിരുന്നു. എന്താ സാറേ ഇത്? ശിവദാസിൻ്റെ ശബ്ദം പതറി. മറുപടി നൽകാതെ സുഖദേവ് ആ കടാര കടിച്ചു നിവർത്തി. 3 ഇഞ്ച് വരുന്ന അതിൻ്റെ വായത്തല കടയിലെ വെളിച്ചമടിച്ച് ഒന്ന് മിന്നി. പെട്ടെന്ന് സുഖദേവ് അത് ശിവദാസിൻ്റെ നേർക്ക് ചൂണ്ടി. ഒരൊച്ചയെങ്കിലും പുറത്തു വന്നാൽ തൻ്റെ കുരവളി ഞാൻ കണ്ടിക്കും. അതിന് ഞാൻ... ശിവദാസൻ വിയർത്തു. അയാൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുമ്പോഴേക്കും കവിളടക്കം അടിയേറ്റു. ഒന്നല്ല, 4-5 തവണ. പകുതി മുറിഞ്ഞ നിലവിളിയോടെ ശിവദാസൻ മുറിയുടെ മൂലയിലേക്ക് ചാരി. പിന്നെ അലറിക്കരയാൻ വായ തുറക്കുമ്പോഴേക്കും സുഖദേവ് അയാളുടെ കഴുത്തിൽ കടാര മുട്ടിച്ചു. ദേ, ഈ കൈ കണ്ടോ താൻ? അധ്യാപനം മാത്രമല്ല, അതിനു മുമ്പ് ഒരുപാട് പണി ചെയ്തിട്ടുണ്ട് ഞാൻ. കൃഷിപ്പണിയേ. നിന്റെ നാവിൽ നിന്നൊരു ശബ്ദം പുറത്തു വന്നാൽ... ശിവദാസൻ വായടച്ച് ഉമിനീർ വിഴുങ്ങി. സുഖദേവിൽ നിന്ന് ഇത്തരമൊരു ഭാവം അയാൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. നീ ഇത് പുറത്തു പറയുമോടാ? സുഖദേവ് അയാളുടെ താടി പിടിച്ചുയർത്തി. ഇല്ല. 12 പോലെയുള്ള ശബ്ദം. എന്തിനാ ഞാൻ നിന്നെ തല്ലിയതെന്നറിയാമോ? ഇല്ല. ശിവദാസൻ മുറിയുടെ മൂലയിലേക്ക് ഒന്നുകൂടി മുട്ടി നിന്നു. സുഖദേവ് പറഞ്ഞു. ആനക്കോട്ട പാറയിൽ നിന്ന് ഒരു കല്ലുരുണ്ട് വന്ന് ബൈക്കിലിടിച്ചാ ഞാൻ വീണത്. ആ നേരത്ത് മുനിയറയ്ക്കരികിൽ ഒരാളുണ്ടായിരുന്നു. അയാൾ ആ കല്ലുരുട്ടി വിട്ടത്. ഇരുട്ടായിരുന്നാലും നിന്റെ നേരിരൂപം ഞാൻ തിരിച്ചറിഞ്ഞു ശിവദാസ. ശിവദാസിന് വാക്കുകൾ നഷ്ടപ്പെട്ടു. സുഖദേവ് സെൽഫോൺ എടുത്ത് വീഡിയോ റെക്കോർഡിംഗ് മോഡിലാക്കിയിട്ട് അയാൾക്ക് നേരെ പിടിച്ചു. പറ, എന്തിനാ നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചത്? സുഖദേവ് തന്നെ തിരിച്ചറിഞ്ഞ നിലയ്ക്ക് ഇനിയും കള്ളം പറഞ്ഞ് തല്ലു വാങ്ങണ്ടെന്ന് തോന്നി ശിവദാസിന്. അയാൾ സുഖദേവിനെ തൊഴുതു. ക്ഷമിക്കണം സാറേ, അന്നേരത്തെ ഒരു ചിന്ത കൊണ്ട് അങ്ങനെ പറ്റിപ്പോയതാ. അയാൾ പറയുന്നതെല്ലാം ഫോണിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു. എന്തിനും ഒരു കാരണം കാണുമല്ലോ ശിവദാസ. ഞാൻ എങ്ങനെ നിന്റെ ശത്രുവായി? നിനക്ക് എന്ത് ദ്രോഹം ചെയ്തു ഞാൻ? ശക്തമായി കിതച്ചുകൊണ്ട് സുഖദേവ് ചോദിച്ചു. ശിവദാസിൻ്റെ മുഖം വീണ്ടും കുനിഞ്ഞു. അക്ഷരങ്ങൾ നാവിൽ നിന്ന് അടർന്നു വീണു. എൻ്റെ പെങ്ങൾക്കും അളിയനും സാറ് പണം കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ? അതറിഞ്ഞപ്പോൾ തോന്നിയ ഒരു ബുദ്ധിമോശമാ. മനസ്സിലായില്ല. സുഖദേവ് നെറ്റിച്ചുളിച്ചു. ശിവദാസൻ വ്യക്തമാക്കി. ബാങ്കിൽ പണമടച്ചു കഴിഞ്ഞാൽ ജപ്തി ഭീഷണി ഉണ്ടാവില്ല. ആ ഫാം നിൽക്കുന്ന സ്ഥലം മിൽക്കത്തുമില്ല. അത് വാങ്ങണമെന്ന് എനിക്കുണ്ടായിരുന്നു. കാന്തലിൽ ഒരു ഭൂമി കിട്ടാൻ ഇപ്പോൾ ഭയങ്കര പ്രയാസമാ സാറേ. അവജ്ഞ കൊണ്ട് സുഖദേവ് കാറിത്തുപ്പി. സ്വന്തം കൂടപ്പുറപ്പിനെ പോലും ചതിക്കുന്ന നീ മനുഷ്യരൂപം പൂണ്ടത് എങ്ങനെയാടാ? ശിവദാസൻ മിണ്ടിയില്ല. സുഖദേവൻ്റെ നേരെ നോക്കാൻ പോലും അയാൾ ഭയന്നു. പെട്ടെന്ന് സുഖദേവ് തിരക്കി. അപ്പോൾ പ്രഭാകരൻ ചേട്ടൻ്റെ പശുക്കൾ ചത്തതിന് പിന്നിൽ നീയായിരുന്നു അല്ലേ? ശിവദാസൻ കണ്ണു തള്ളി. അയ്യോ, ദേവദോഷം പറയല്ലേ സാറേ. മനസ്സുകൊണ്ട് പോലും ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. സുഖദേവ് വിശ്വസിച്ചില്ല. പിന്നെ ആരാ അത് ചെയ്തത്? സത്യമായിട്ട് എനിക്കറിയത്തില്ല. പിന്നെ ഞാനീ ചെയ്തത് ദയവായിട്ട് സാർ ആരോടും പറയരുത്. ഞാൻ സാറിൻ്റെ കാല് പിടിക്കാം. ശിവദാസന് കുനിഞ്ഞതും സുഖദേവ് പിന്നോട്ട് മാറി. പുഴുത്തളഞ്ഞ മനസ്സുള്ള നീ എൻ്റെ കാലിൽ തൊട്ടാൽ അതും മുറിച്ച് കളയേണ്ടി വരും. ഇനി ഒരിക്കൽ കൂടി നീ ആ കുടുംബത്തെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ അന്ന് ഈ സത്യങ്ങൾ എല്ലാവരും അറിയും. അതുവരെ ഈ രംഗങ്ങൾ എൻ്റെ ഫോണിൽ തന്നെ ഉണ്ടാകും. കടാരമടക്കി സുഖദേവ് പോക്കറ്റിൽ തന്നെ വച്ചു. എന്നിട്ട് തിരിഞ്ഞു. അയാൾ വീണ്ടും തല്ലാൻ ഭാവിക്കുകയാണെന്ന് കരുതി ശിവദാസൻ പിന്നെയും ഭിത്തിയിലേക്ക് ചാരി. കടയിൽ നിന്നിറങ്ങിയ സുഖദേവ് താൻ വന്ന ഓട്ടോയിൽ തന്നെ കയറി. കുണ്ടാക്കാട്. തന്മയയും ആദിയും പഠിക്കുകയാണ്. 2 മുറികളിലായിട്ടാണ് അവർ ഇരിക്കുന്നത്. അല്ലെങ്കിൽ അവസാനം വഴക്കിലേക്ക് കലാശിക്കൂ. പ്രഭാകരനും പത്മവും തിണ്ണയിൽ ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിലാണ്. ഇരുളിനൊപ്പം മഞ്ഞും മുറ്റത്തേക്ക് ഇഴഞ്ഞു കയറുന്നുണ്ട്. സുഖദേവ് സാർ പണം തന്നാൽ തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാം. പക്ഷേ എത്രയും വേഗം അത് തിരിച്ചു കൊടുക്കാനുള്ള മാർഗം കൂടി നോക്കണം. പ്രഭാകരൻ പത്മത്തെ നോക്കി. അവരും ചിന്തയിലായിരുന്നു. അപ്പോൾ മുറ്റത്ത് പഴയ ജീപ്പ് വന്നു നിന്നു. അതിൽ നിന്ന് പരുങ്ങലോടെ ശിവദാസൻ ഇറങ്ങി. അയാളെ കണ്ടതും കട്ടപ്പ കുര തുടങ്ങി. നാശം, ഇതിനെ എന്നെ കാണുമ്പോൾ മാത്രമേ ഉള്ള ഈ കുര.
ചേട്ടൻ വാ, കട്ടപ്പ അവൻ്റെ ജോലിയല്ലേ ചെയ്യുന്നത്. പത്മ താനിരുന്ന കസേര അയാൾക്കായി ഒഴിഞ്ഞു കൊടുത്തു. ശിവദാസൻ ഇരുന്നു. ആ സാർ കാശ് തന്നോ അളിയാ? ഒന്നും അറിയാത്തതുപോലെ ശിവദാസൻ തിരക്കി. ഇല്ല, ഇവിടുന്ന് പോയപ്പോഴല്ലേ ആ അപകടമുണ്ടായത്. ആ വല്ലീശ്വരൻ ധർമ്മരാജൻ ചെയ്യിച്ചതാന്ന ആളുകൾ പറയുന്നത്. ശിവദാസിൻ്റെ മനസ്സ് തണുത്തു. സുഖദേവ് സാർ ഇവരോടൊന്നും പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ അത് സത്യമായിരിക്കും അളിയ. സുഖദേവ് സാറും ധർമ്മരാജ മുതലാളിയുമായിട്ട് സ്കൂളിൽ വെച്ച് വഴക്കുണ്ടായെന്നാണ് കേട്ടത്. ശിവദാസൻ പിന്താങ്ങി. ചേട്ടൻ്റെ കവളെന്താ നീര് വന്നത്? പത്മ അത് കണ്ടുപിടിച്ചു. അതോ? അയാൾ പെട്ടെന്ന് സുഖദേവ് തല്ലിയ തൻ്റെ ഇടതു കവിൾ കൈപ്പടം കൊണ്ട് മറച്ചു. ഭയങ്കര പല്ലുവേദന രാവിലെ മുതൽ, പറഞ്ഞിട്ട് അയാൾ വിഷയം മാറ്റി. ഞാനിപ്പോൾ വന്നത് മറ്റൊരു കാര്യം പറയാനാ. ഒരാളെ കുറച്ച് കാശ് തരാമെന്ന് ഏറ്റിട്ടുണ്ട്. പക്ഷേ നമ്മൾ അയാൾ പറയുന്നത് പോലെ ചെയ്യണം. മറ്റൊന്നും വേണ്ട. ആരൊക്കെ ചോദിച്ചാലും നമ്മളൊന്നും അറിയാത്ത ഭാവത്തിൽ നിന്നു കൊടുത്താൽ മതി. പ്രഭാകരനും പത്മത്തിനും ഒന്നും പിടികിട്ടിയില്ല. എങ്കിലും ശിവദാസിൻ്റെ വാക്കുകളിൽ നിന്ന് അവർക്കെന്തോ അരുതായ്മ മണുത്തു. അളിയനെന്താ ഉദ്ദേശിക്കുന്നത്? പ്രഭാകരൻ തിരക്കി. ശിവദാസൻ ശബ്ദം കുറച്ചു. പുറകിലെ പുറമ്പോക്കിൽ നിൽക്കുന്ന ചന്ദനമരമില്ലേ, അതങ്ങ് മുറിക്കുക. ചേട്ടാ, അവിശ്വസനീയതോടെ പത്മം വിളിച്ചു. ഒന്ന് പതുക്കെ പറയടി, ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. അയാൾ നിവർന്നിരുന്നു. വെട്ടുന്നത് നമ്മളല്ല, വേറെ ആൾക്കാരാ. ആ ദിവസം നിങ്ങളെല്ലാവരും എൻ്റെ വീട്ടിലേക്ക് പോന്നാൽ മതി. ഫോറസ്റ്റുകാർക്കപ്പോൾ യാതൊരു സംശയവും തോന്നത്തില്ല. മറയൂരിൽ നിന്ന് എത്ര മരങ്ങളാണ് എങ്ങനെ കാണാതാവുന്നത്? ആ കൂട്ടത്തിൽ ഇതും പെട്ടോളൂ. പ്രതീക്ഷയോടെ ശിവദാസൻ പ്രഭാകരനെയും പത്മത്തെയും മാറി മാറി നോക്കി. അവരുടെ വീടിനോട് ചേർന്ന് സർക്കാർ ഭൂമിയാണ്. അവിടെ ഒരു കൂറ്റൻ ചന്ദന മരമുണ്ട്. ഏതാണ്ട് 4-5 ലക്ഷം രൂപ വിലമതിക്കുന്ന മരമാണ്. പ്രഭാകരനും കുടുംബവും അവിടെയുള്ളതുകൊണ്ട് കൂടിയാണ് കള്ളന്മാർ അത് മുറിച്ച് കടത്താത്തത്. രണ്ടാളും എന്താ മിണ്ടാത്തെ? ശിവദാസൻ തിരക്കി. ഇല്ല, ഞാൻ സമ്മതിക്കത്തില്ല, പത്മ തീർത്തു പറഞ്ഞു. അങ്ങനെ കിട്ടുന്ന കാശും വേണ്ട. ശിവദാസൻ പുച്ഛിച്ച് ചിരിച്ചു. പെങ്ങളെ, ഇക്കാലത്ത് ജീവിക്കണമെങ്കിൽ ഇച്ചിരി തരികിടയൊക്കെ വേണം. പത്മം തലയാട്ടി. അത് ഇച്ചിരിയല്ല, കുറേയേറെ ചേട്ടൻ കാണിക്കുന്നുണ്ടല്ലോ, അത് മതി. 2 പെൺപിള്ളേർ വളർന്നു വരുന്ന നേരത്ത് എൻ്റെ ഭർത്താവ് ജയിലിൽ പോകണമെന്ന് ചേട്ടന് നിർബന്ധമാണോ? കടന്നൽ കുത്തേറ്റതുപോലെ ശിവദാസിൻ്റെ മുഖം കനത്തു. എങ്കിൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. അങ്ങനെ ഒരു ബുദ്ധി എനിക്ക് തോന്നിയത് തന്നെ നിങ്ങൾക്കൊരു സഹായമാകുമെന്ന് കരുതിയാ. അയാൾ എഴുന്നേറ്റ് യാത്ര പോലും പറയാതെ ജീപ്പിൽ കയറിപ്പോയി. മുറ്റത്ത് വണ്ടി വന്നതും പോയതുമൊക്കെ അറിയുന്നുണ്ടായിരുന്നു തന്മയ. അമ്മാവൻ പറയുന്നത് കേൾക്കാൻ അവൾ കാതോർക്കുകയും ചെയ്തതാണ്. പക്ഷേ സംഭാഷണത്തിൻ്റെ ചില ശകലങ്ങൾ മാത്രമേ അവൾക്ക് കിട്ടിയുള്ളൂ. പെട്ടെന്ന് അവളൊന്ന് ശ്രദ്ധിച്ചു. ആദ്യം ആരോടോ പതുങ്ങിയ ഒച്ചയിൽ സംസാരിക്കുന്നുണ്ടോ? കസേര നീക്കിയിട്ട് തന്മയ എഴുന്നേറ്റു. അവൾ അപ്പുറത്തെ മുറിയിലേക്ക് ചെന്നപ്പോൾ തിടുക്കത്തിൽ തൻ്റെ സീറ്റിലേക്ക് വന്നിരിക്കുന്ന ആദ്യയെയാണ് കണ്ടത്. അവളുടെ മുഖത്തൊരു കള്ളലക്ഷണം. എന്താടി? എന്താ? ആദ്യം തിരിച്ചു ചോദിച്ചു. നീ ഇവിടെ എന്തെടുക്കുകയായിരുന്നു? എല്ലായിടത്തും നോക്കിക്കൊണ്ട് തന്മയ അഞ്ചെത്തിക്കടുത്തെത്തി. പഠിക്കുമായിരുന്നു. ആദ്യ പുസ്തകത്തിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ചു. പക്ഷേ ഇപ്പോൾ നീ വന്നിരുന്നതേയുള്ളല്ലോ. അതോ? ആദ്യ ചിരിക്കാൻ ഭാവിച്ചു. ഞാനൊന്ന് തുപ്പാൻ ജനാലയ്ക്ക് പോയതാ. എന്നിട്ടും അത് വിശ്വസിക്കാൻ തന്മയ്ക്ക് കഴിഞ്ഞില്ല. അവൾ ജനാലയ്ക്ക് ചെന്ന് തുറന്നു കിടന്നിരുന്ന പാളികൾക്കിടയിലൂടെ പുറത്തേക്ക് നോക്കി. പ്രകൃതി മഞ്ഞു പരന്ന നിലാവിൽ കുളിച്ചു കിടക്കുകയാണ്. അവിടെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. ജനൽ പാളികൾ അടച്ചിട്ട് തന്മയെ തിരിച്ചു വന്നു. വലതും കിട്ടിയോ? ആദ്യം ദേഷ്യപ്പെട്ടു. ഇല്ല, പക്ഷെ കിട്ടിയാലോ? അവൾ ആദ്യയുടെ സ്കൂൾ ബാഗ് എടുത്ത് തുറന്ന് പരിശോധിച്ചു. കിട്ടുന്നതിൽ പകുതി എനിക്കും കൂടി തരണേ? ആദ്യ പരിഹസിച്ചു. തന്മയ അത് ശ്രദ്ധിക്കാതെ ആദ്യ പുസ്തകം വെച്ചിരുന്ന മേശയുടെ ഡ്രോ തുറന്നും പരിശോധിച്ചു. ഒന്നും കണ്ടില്ല. ഒരു വിജയിയുടെ ഗർവിലിരുന്ന് ആദ്യ കാലുകൾ വിറപ്പിച്ചു. താൻ പഠിക്കുന്ന മുറിയിലേക്ക് മടങ്ങിയ തന്മയ വാതിൽക്കിലെത്തിയപ്പോൾ ഒരു വട്ടം കൂടി അഞ്ചത്തിക്ക് നേരെ തിരിഞ്ഞു നോക്കി. പുലർച്ചെ 4 മണിയായപ്പോൾ പ്രഭാകരൻ എഴുന്നേറ്റു. പത്മം നൽകിയ ചൂടുകാപ്പിയും കുടിച്ച് പാത്രങ്ങളും ടോർച്ചുമായി അയാൾ ഫാമിലേക്ക് പോയി. മക്കൾക്കും കാപ്പി പകർന്നു വെച്ചിട്ട് പത്മം അവരെ വിളിച്ചുണർത്തി. തന്മയ എഴുന്നേറ്റെങ്കിലും ആദ്യ പിന്നെയും മൂടി പുതച്ചു കിടന്നു. എടി, അങ്ങോട്ട് എഴുന്നേൽക്കാൻ. പത്മം അവളുടെ പുതപ്പ് വലിച്ചു നീക്കി. ഈ കൊടും തണുപ്പത്ത് ഇച്ചിരി നേരം കൂടി ഒന്ന് കിടക്കാനും സമ്മതിക്കത്തില്ല. പിറുപിറുത്തുകൊണ്ട് അവൾ എഴുന്നേറ്റിരുന്ന് കൈകൾ പിണച്ച് കഴുത്തിൽ ചുറ്റി. തണുപ്പാണേൽ കമ്പിളിയുടുപ്പ് എടുത്തിടറി പറഞ്ഞിട്ട് പത്മ അടുക്കളയിലേക്ക് പോയി. തന്നെ തുറച്ചു നോക്കി നിൽക്കുന്ന തന്മയയെ ആദ്യം കണ്ടു. എന്താടി സിഐഡി മൂങ്ങേ? ആദ്യം കൊഞ്ഞനം കുത്തി. അഞ്ചെത്തി തന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ടെന്ന് അപ്പോഴും തന്മയ്ക്ക് തോന്നി. എന്നാൽ അത് പ്രകടമാക്കിയില്ല. സമയം പോകുക, നീ വേഗമൊന്ന് വാ. അന്ന് 5:45 ഇരുവരും ഫാമിലെത്തി. പ്രഭാകരൻ പശുക്കളെ കറന്നു തീർന്നിരുന്നു. തന്മയയും ആദ്യയും കൂടി പാൽ കുപ്പികളിൽ നിറയ്ക്കാൻ തുടങ്ങി. അതിനിടെ ഒരു പശുക്കിടാവ് ആദ്യയുടെ തലയിലൊന്ന് നക്കി. ചീ, അങ്ങോട്ട് മാറുകിടാവേ. അവൾ അതിനെ തള്ളി നീക്കി. നിന്നെപ്പോലെ അതും കുഞ്ഞല്ലേടി? പ്രഭാകരൻ കിടാവിനെ നീക്കി നിർത്തി. പിന്നെ കുഞ്ഞ്, അതിന് ജോലിയൊന്നും ചെയ്യണ്ടല്ലോ. പാല് കുടിക്കണം, തിന്നണം, കിടന്നുറങ്ങണം. ആദ്യം ചൊടിച്ചു. എങ്കിൽ അടുത്ത ജന്മത്തിൽ ഒരു പശുവായിട്ട് ജനിക്കാൻ പ്രാർത്ഥിക്കടി.
തന്മയ ഇടം കണ്ണിട്ട് അവളെ നോക്കി. അയ്യടി മോളെ, എന്നിട്ട് വേണം എൻ്റെ കഴുത്തിൽ കയറിട്ട് നിനക്ക് വലിച്ചോണ്ട് നടക്കാൻ. അവൾ മുഖം വെട്ടിച്ചു. നേരം പുലർന്നപ്പോഴേക്കും ഇരുവരും ചേർന്ന് കുപ്പികളിൽ പാൽ നിറച്ച് സഞ്ചികളിലാക്കി. എങ്കിൽ ഞങ്ങൾ പോട്ടേച്ചാ, തന്മയ ആക്റ്റീവ സ്റ്റാർട്ട് ചെയ്തു. സൂക്ഷിക്കണേ, എന്നത്തെയും പോലെ പ്രഭാകരൻ്റെ ഉപദേശം. ശരിയച്ചാ, പറഞ്ഞപ്പോഴേക്കും സ്കൂട്ടർ റോഡിലെത്തിയിരുന്നു. പതിവ് വീടുകളിൽ പാൽ നൽകി തന്മയയും ആദിയും മെമ്പർ സഹദേവൻ്റെ വീടിന് മുന്നിലെത്തി. അയാൾ കുപ്പിയുമായി കാത്തു നിന്നിരുന്നു. കാശെടുത്തേ മെമ്പറേ, അല്ലെങ്കിൽ പാലില്ല. തറയിൽ കാൽ കുത്തിയത് തന്മയ പറഞ്ഞു. സഹദേവനൊന്ന് വിളറി, എങ്കിലും പറഞ്ഞു, നാളെ തരാം. ഇങ്ങനെ പറഞ്ഞു നാളെ നീളയായി. വോട്ടിനു വേണ്ടി ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നത് പോലെയല്ലേ ഇത്? പാല് ചുമ്മാതങ്ങ് ഉണ്ടാകത്തില്ല. തന്മയ സ്കൂട്ടർ പതിയെ മുന്നോട്ടെടുത്തു. പാല് പശു തരുന്നതല്ലേ? സഹദേവൻ സംശയം ഭാവിച്ചു. അതെ. തന്മയ സ്കൂട്ടർ നിർത്തി. പക്ഷേ അതിന് തിന്നാനും കുടിക്കാനും കൊടുക്കണം, മറ്റു കാര്യങ്ങളും നോക്കണം. അപ്പോൾ ഇത്രയും നാൾ തന്ന പാല് മെമ്പർ ലാഭമായിട്ട് അങ്ങ് കരുതിക്കോ. ഇന്നു മുതൽ പാലില്ല. അവൾ സ്കൂട്ടർ വിടാൻ ഭാവിച്ചു. തന്മയെ കാര്യമായിട്ട് പറഞ്ഞതാണെന്ന് സഹദേവന് അപ്പോഴാണ് ബോധ്യമായത്. പോകല്ലേ, ഞാൻ പണം തരാം. സഹദേവൻ വീടിനുള്ളിലേക്ക് പോയി രൂപ എണ്ണി തിട്ടപ്പെടുത്തി കൊണ്ടുവന്നു. നേരത്തെ ഇത് ചെയ്ത പോരായിരുന്നോ മെമ്പറേ? വെറുതെ ഞങ്ങൾ സമയവും കളഞ്ഞു. അവൾ പോയി കഴിഞ്ഞിട്ടും അയാൾ അങ്ങനെ തന്നെ നിന്നു. ഈ തണുപ്പത്ത് കൊച്ചു പെമ്പിള്ളേരെ നോക്കി നിൽക്കാതെ കയറിപ്പോ മനുഷ്യ. പിന്നിൽ ഭാര്യയുടെ ശബ്ദം കേട്ടതും സഹദേവൻ പാൽക്കുപ്പിയുമായി ധൃതിയിൽ അകത്തു മറിഞ്ഞു. പാൽ വിതരണം കഴിഞ്ഞു വന്ന തന്മയ രാവിലെ പതിവ് ജോലികൾ വേഗം ചെയ്തു തീർത്തു. അന്നവൾ ആദ്യം കുളിക്കാൻ കയറി. പത്മ കുട്ടികൾക്കുള്ള ഭക്ഷണം ഒരുക്കി തീർത്തിരുന്നില്ല. ബാത്റൂമിൻ്റെ വാതിൽ ശരിക്ക് അടയുന്നില്ല. കുറ്റിയിട്ടാലും അത് ഒരിഞ്ചോളം അകന്നു നിൽക്കും. ഒരു തോർത്ത് നെഞ്ചിൽ ചുറ്റി ബക്കറ്റിൽ നിന്ന് വെള്ളം കോരി ശരീരത്തിലേക്ക് ഒഴിച്ചു തന്മയ. ഫ്രിഡ്ജിൽ നിന്നെടുത്ത വെള്ളം പോലെ തണുപ്പ്. അവൾ വേഗം സോപ്പ് തയ്ക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു ക്യാമറയുടെ ഫ്ലാഷ് മിന്നിയതുപോലെ തോന്നി. അവൾ ഞെട്ടിത്തിരിഞ്ഞു. അതേ. മറുപടിയില്ല. ഒരു വട്ടം കൂടി ശബ്ദമുയർത്തി വിളിച്ചു. എന്തായി ചേച്ചി? അടുത്ത മുറിയിൽ നിന്ന് ആദ്യയുടെ സ്വരം. തന്മയ കുളിമുറിയുടെ വാതിൽ അല്പം തുറന്ന് തല പുറത്തേക്ക് നീട്ടി. അവിടെ ആരുമില്ല. നീ ഇവിടെ വന്നായിരുന്നോടി? ആദ്യം അങ്ങോട്ട് വന്നപ്പോൾ തന്മയ തിരക്കി. ഇല്ല, എന്താ? അടുക്കളയിൽ നിന്ന് വിവരം തിരക്കാൻ പത്മവും വന്നു. ഇവിടെ ആരോ ഫോട്ടോ എടുത്ത പോലെ എനിക്ക് തോന്നി, സംശയത്തോടെ തന്മയ പറഞ്ഞു. ഇവിടെ ആര് വരാനാടി? നിനക്ക് തോന്നിയതാ. പത്മം പിൻവാങ്ങി. ഈ ചേച്ചിക്ക് ഇന്നലെ മുതൽ എന്തോ കുഴപ്പമുണ്ട് പറഞ്ഞുകൊണ്ട് ആദ്യയും തിരിഞ്ഞു. എന്നാൽ തന്മയ അർദ്ധശങ്കയോടെ നിന്നു. അവ്യക്തമായ ഒരു അസ്വസ്ഥത അവളെ പൊതിഞ്ഞു. കുളി കഴിഞ്ഞ് തന്മയ യൂണിഫോം ധരിച്ചു. പുസ്തകങ്ങൾ ബാഗിലടുക്കി. അപ്പോഴും അവളുടെ സംശയം പിന്തുടർന്നു. ആരോ ഫോട്ടോ എടുത്തെന്ന് തന്നെ അവൾ വിശ്വസിച്ചു. വീട്ടിൽ 2 മൊബൈൽ ഫോണുകളാണുള്ളത്. ഒന്ന് അച്ഛനും അമ്മയും ഉപയോഗിക്കുന്നത്, പിന്നെ താൻ പാൽ വിതരണത്തിന് പോകുമ്പോൾ ഉപയോഗിക്കുന്നതും. 2 ഫോണുകളിലും ക്യാമറ ഇല്ല. എന്തെങ്കിലും അത്യാവശ്യകാര്യം വന്നാൽ മാത്രം വിളിക്കും. ഇടയ്ക്ക് തന്മയ സംശയത്തോടെ ആദ്യയെ നോക്കി. അവളിൽ പക്ഷേ കാര്യമായ ഭാവഭേദമൊന്നും കണ്ടില്ല. തന്മയ ആക്റ്റീവ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ പോവാമേ പറഞ്ഞിട്ട് ആദ്യയും ഓടി വന്ന് പിന്നിൽ കയറി. വല്ലീശ്വരം ഹയർ സെക്കൻഡറി സ്കൂൾ ഗേറ്റ് കടന്ന് ഒരു ഓട്ടോ പോർച്ചിൽ വന്നു നിന്നു. അതിൽ നിന്ന് സുഖദേവ് ഇറങ്ങി. അയാളെ കണ്ട് ആദ്യം ഓടി അടുത്തെത്തിയത് NCC കേഡറ്റുകളാണ്. സാർ, സുഖമായില്ല അല്ലേ? സുഖദേവ് പുഞ്ചിരിച്ചു. ആയി വരുന്നു. മുണ്ടും ഷർട്ടുമായിരുന്നു സുഖദേവിൻ്റെ വേഷം. പാൻസിട്ടാൽ മുറിവിൽ ഉരസും. അയാളെ കണ്ട് മറ്റു കുട്ടികളും ഓടിക്കൂടി. എല്ലാവരും പോർച്ചിലേക്ക് ഓടുന്നത് കണ്ട് പ്രിൻസിപ്പലും ഹെഡ് മിസ്ട്രസും മറ്റധ്യാപകരും പുറത്തിറങ്ങി നോക്കി. സ്കൂളിൽ ഫസ്റ്റ് ബെൽ മുഴങ്ങി. ഇനി നിങ്ങൾ ക്ലാസ്സിൽ പോ. സുഖദേവ് കുട്ടികളെ മടക്കി അയച്ചു. അപ്പോഴാണ് അയാളെ തന്നെ നോക്കി നിൽക്കുന്ന തന്മയെയും ആദിയെയും കണ്ടത്. അവരോടും പോയിക്കൊള്ളാൻ ആംഗ്യം കാണിച്ചു. പെട്ടെന്ന് കലേഷും അഭിജിത്തും അടങ്ങിയ സംഘം സുഖദേവിന് മുന്നിലൂടെ കടന്നുപോയി. അയാളെ ശ്രദ്ധിക്കാത്ത ഭാവത്തിൽ. നമ്മളെ സസ്പെൻഡ് ചെയ്യിക്കാമെന്ന് ചിലരൊക്കെ വിചാരിച്ചു. അത് നടക്കത്തില്ലെന്ന് ബോധ്യമായല്ലോ. ഇങ്ങനിരിക്കും ആണുങ്ങളോട് മുട്ടിയാൽ, അഭിജിത്ത് ഉറക്കെ പറയുന്നുണ്ടായിരുന്നു. അഹങ്കാര വർത്തമാനം കേട്ട് സുഖദേവ് അവനെ രൂക്ഷമായി ഒന്ന് നോക്കി. താനൊരു അധ്യാപകനാണെന്ന ചിന്ത അയാളിൽ പെട്ടെന്നുണ്ടായി. തൻ്റെ നാവിൽ നിന്ന് അപമര്യാദയായി ഒരു വാക്കു വന്നാൽ അതേ പിന്നെ ചർച്ചയാകൂ. പക്ഷേ വിദ്യാർത്ഥികളിലൂടെ സംഭാഷണം കേട്ട് വിജയ് ബാബു അവരെ ശാസിച്ചു. അഭിജിത്തെ, കലേഷേ, കൂടുതലങ്ങ് അഹങ്കരിക്കല്ലേ. നിൻ്റെയൊക്കെ ഇൻറ്റേർണൽ മാർക്ക് ഞങ്ങളുടെ കയ്യിലാണെന്ന് മറക്കരുത്. ഓ പിന്നെ. കലേഷ് തിരിഞ്ഞു നിന്നു. സാർ മാർക്കൊന്ന് കുറച്ച് നോക്ക്, അപ്പോഴറിയാം. അവന് കൂസലില്ല. വിജയ് ബാബു വിളറിപ്പോയി. അയാൾ ദയനീയ ഭാവത്തിൽ സുഖദേവിനെ നോക്കി. ഉപദേശിച്ചാലോ വഴക്കു പറഞ്ഞാലോ ഇവനൊന്നും നന്നാവത്തില്ല സാറേ. നാടിനും വീടിനും ഉപകരിക്കാത്ത വിധത്തിൽ ഇവനെയൊക്കെ വളർത്തുന്ന തന്തമാരുടെ കരുണത്ത ഓരോന്ന് പൊട്ടിക്കേണ്ടത്. സാറ് വിട്ടേര്. വിജയ് ബാബു തലകുടഞ്ഞു. എന്നാലും സുഖദേവ് അവന്മാര് പോട്ടടോ. സുഖദേവ് സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. സാറ് ഹോസ്പിറ്റലിൽ കിടന്ന് നന്നായിട്ടൊന്ന് തടിച്ചതുപോലെയുണ്ട്, തത്തമ്മ എന്ന് വിളിക്കുന്ന വിദ്യ ടീച്ചർ പറഞ്ഞു.
സുഖദേവ് ടീച്ചറെ സൂക്ഷിച്ചൊന്ന് നോക്കി. നീലയിൽ ത്രെഡ് വർക്കുകളുള്ള കോട്ടൺ സാരിയും അതിന് ചേരുന്ന ബ്ലൗസുമാണ് വിദ്യയുടെ വേഷം. ചുണ്ടുകളിൽ ഇളം നീല നിറത്തിലുള്ള ലിപ്സ്റ്റിക് ഇട്ടിരുന്നു. നീലപ്പൊട്ടും. ടീച്ചർ കുറച്ച് ആപ്പിളും ഓറഞ്ചുമൊക്കെയായി ഹോസ്പിറ്റലിലേക്ക് വരുമെന്ന് ഞാൻ കരുതി. അതുണ്ടായില്ലല്ലോ, സുഖദേവ് ഓർമ്മപ്പെടുത്തി. വിദ്യ ഒന്ന് കുണുങ്ങിച്ചിരിച്ചു. കാന്തല്ലൂരെ ആപ്പിൾ വിളവെടുത്ത് തുടങ്ങിയിട്ടില്ല സാറേ. പുറമേ നിന്ന് വരുന്നത് വാങ്ങിച്ചാൽ ശരിയാവില്ലെന്ന് തോന്നി. അതേതായാലും നന്നായി. സുഖദേവ് തൻ്റെ സീറ്റിലിരുന്നു. മറ്റധ്യാപകരും അയാളുടെ വിശേഷങ്ങൾ തിരക്കാനെത്തി. അപ്പോൾ +2 ക്ലാസ്സിൽ തന്മയുടെ അടുത്തേക്ക് ചെറുചിരിയോടെ കലേഷ് ചെന്നു. എന്താ? അവൻ്റെ ചുഴിഞ്ഞുള്ള നോട്ടം കണ്ട് അവൾ തിരക്കി. നിന്റെ ഫോൺ നമ്പർ എത്രയാടി? എന്തിനാ? തന്മയെ നെറ്റിച്ചുളിച്ചു. +1 ചേർന്നപ്പോൾ മുതൽ നിന്നോടൊരു കാര്യം പറയുകയാ. നീ ഇതുവരെ മറുപടി തന്നില്ല. അതോ? തന്മയെ അവഗണിച്ചു. അതേക്കുറിച്ച് ചിന്തിക്കാൻ നേരം കിട്ടിയില്ലെന്നേ. മറ്റു കുട്ടികൾ ശ്രദ്ധിക്കുന്നത് പോലും കലേഷിന് പ്രശ്നമല്ല. എങ്കിൽ എൻ്റെ മോള് നേരെ നോക്കി വച്ചേക്കണേ. ഒരു ബോംബ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതൊന്ന് പൊട്ടിച്ചാൽ ബൂം, എല്ലാം തീരുമേ. തന്മയുടെ നെറ്റിച്ചുളിഞ്ഞു. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ക്ലാസ് ടീച്ചർ വന്നപ്പോൾ അവൻ പിൻവാങ്ങി. 1.5 വർഷമായി കലേഷ് അവളുടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. അവളുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു മറുപടി ഉണ്ടാകാത്തതിൽ ഇപ്പോഴും അവന് ഒരു തരം പകയാണ്. 2 പീരീഡ് കഴിഞ്ഞ് ഇൻ്റർവെൽ സമയം. ബാത്റൂമിൽ പോയിട്ട് ഇടനാഴിയിലൂടെ വരികയായിരുന്നു തന്മയെയും കൂട്ടുകാരികളും. പെട്ടെന്നാണ് കലേഷ് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. കുട്ടികൾ പരസ്പരം നോക്കി. അവൻ കൈകൾ വിരിച്ച് തന്മയെ തടഞ്ഞുകൊണ്ട് മുന്നിൽ നിന്നു. നീ മാറുന്നുണ്ടോ? തന്മയ്ക്ക് ദേഷ്യം വന്നു. നോക്ക്, അവൻ കൈ ചൂണ്ടി. ഇന്ന് വൈകിട്ട് വരെ ഞാൻ പ്രതീക്ഷിക്കും. നിന്നിൽ നിന്ന് അനുകൂലമായ ഒരു മറുപടി ഉണ്ടായില്ലെങ്കിൽ. അവൻ അവളെ അടിമുടി നോക്കി നാവ് നീട്ടി ചൊടി നനച്ചു. ചീ! തന്മയെ മുഖം വെട്ടിച്ചു. എന്നിട്ട് അവനെ ഒഴിഞ്ഞു പോകാൻ ശ്രമിച്ചു. അങ്ങനെ അങ്ങ് പോയാലോടി. ദേ, നിങ്ങളും കണ്ടോ? തന്മയുടെ കൂട്ടുകാരികളോട് അങ്ങനെ പറഞ്ഞതും കലേഷ് അവളെ കെട്ടിപ്പിടിച്ചു. പിന്നെ ആ കവിളുകളിൽ തെരി ചുംബിച്ചു. തന്മയെ മരവിച്ചു പോയി. കൂട്ടുകാരികളും നടുങ്ങി. കലേഷ് പിടിവെട്ടു. ഇതൊരു തുടക്കം മാത്രം. പിന്നെ നിങ്ങൾ ഇത്രയും പേരില്ലാതെ മറ്റാരെങ്കിലും ഇതറിഞ്ഞാൽ ഇവിടെ ചുംബന സമരം തന്നെ നടക്കും, ഓർത്തോ. ഒന്നും സംഭവിക്കാത്തതുപോലെ കലേഷ് നടന്നുപോയി. ഒറ്റ കരച്ചിലായിരുന്നു തന്മയ. അവൾ കൂട്ടുകാരി ഹരിതയുടെ കൈപ്പിടിച്ചുകൊണ്ട് ടീച്ചേഴ്സ് റൂമിലേക്ക് ഓടി. എന്താ തന്മയെ? അവളുടെ മുഖഭാവം കണ്ട് ടീച്ചേഴ്സ് സംഭരുന്നു. വിദ്യ ടീച്ചർ വേഗം അവളുടെ അടുത്തെത്തി. മറുപടി പറയാതെ പൊട്ടിക്കരയുകയാണ് തന്മയ. കുട്ടി ഇവിടെ ഇരിക്കേ, എന്നിട്ട് സാവധാനം കാര്യം പറയും. വിദ്യ അവളെ ഒരു കസേരയിൽ പിടിച്ചിരുത്തി. കൈക്കുമ്പിളിൽ മുഖം പൂഴ്ത്തി തന്മയ കരഞ്ഞുകൊണ്ടിരുന്നു. അവസാനം ഹരിതയാണ് വിവരം പറഞ്ഞത്. ശോഭ ടീച്ചർ പെട്ടെന്ന് സ്റ്റാഫ് റൂമിൻ്റെ വാതിൽ ചാരി. വാർത്ത ലീക്കാവാൻ പാടില്ല. സുഖദേവ് അപ്പോൾ ഗ്രൗണ്ടിലായിരുന്നു. പ്രിൻസിപ്പൽ പ്യൂണിനെ വിട്ട് അയാളെ വിളിപ്പിച്ചു. ഓഫീസിലെത്തിയ സുഖദേവ് അവിടെ ഹയർ സെക്കൻഡറിയിലെ മുഴുവൻ ടീച്ചേഴ്സിനെയും കണ്ട് അമ്പരന്നു. അവരുടെ മുഖത്തു നിന്ന് തന്നെ എന്തോ കുഴപ്പമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. എന്താ സാറേ? സുഖദേവ് തിരക്കി. കലേഷ് കാട്ടിയ അതിക്രമത്തെക്കുറിച്ച് പ്രിൻസിപ്പൽ പറഞ്ഞു. നമ്മൾ എന്തു ചെയ്യും സാർ? തന്മയയുടെ കാര്യമാണെന്നറിഞ്ഞതും സുഖദേവിൻ്റെ മുഖം ചുവന്നു. അടിച്ച് അണപ്പല്ല് പറിക്കണം അവൻ്റെ. അതെങ്ങനെയാ? നമ്മൾ തീരുമാനിക്കുന്നതൊന്നും നടക്കത്തില്ലല്ലോ. അയാളുടെ വാക്കുകളിൽ പുച്ഛം തിങ്ങി. സാറിന് അധികാരമുണ്ടെങ്കിൽ ഈ നിമിഷം അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കണം. പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്യണം. പ്രിൻസിപ്പൽ ബാബുരാജിൻ്റെ മുഖം കുനിഞ്ഞു. അപ്പോൾ വിദ്യ ടീച്ചർ സംസാരിച്ചു. ഈ സ്കൂളിലെ പല വിദ്യാർത്ഥിനികൾക്കും കലേഷിൽ നിന്ന് ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ട്. പുറത്തറിഞ്ഞാൽ നാണക്കേടാവുമെന്ന് കരുതി എത്ര നാളാണ് ഒളിക്കുന്നത്. ആരും അതിനോട് പ്രതികരിക്കുന്നില്ലെന്ന് കണ്ട് സുഖദേവും മുറി വിട്ടു. തന്മയെ ക്ലാസ്സിലേക്ക് വിടാതെ സ്റ്റാഫ് റൂമിൽ തന്നെ ഇരുത്തിയിരിക്കുകയാണ്. ഹരിതയെ കൊണ്ട് അവളുടെ ബാഗ് ടീച്ചേഴ്സ് എടുപ്പിക്കുകയും ചെയ്തിരുന്നു. സംഭവ സമയത്ത് ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് ഒന്നും പുറത്തു പറയരുതെന്ന താക്കീത് നൽകി. പാവം തന്മയ, സുഖദേവ് ഓർത്തു. ഇനി താൻ അടങ്ങിയിരുന്നാൽ ഈ സ്കൂൾ കുട്ടി ഗുണ്ടകളുടെ കേന്ദ്രമാകുമെന്ന് അയാൾക്ക് ഉറപ്പായി. പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും താൻ പ്രതികരിച്ചേ പറ്റൂ. എന്നാൽ മാനേജറുടെയും PTA ഭാഗത്തുനിന്ന് തനിക്കെതിരെ യാതൊന്നും ഉണ്ടാകാനും പാടില്ല. സുഖദേവ് സ്കൂൾ മുറ്റത്ത് നിൽക്കുന്ന ഒരു വലിയ സപ്പോട്ട മരത്തിൻ്റെ നിഴലിലെത്തി. പിന്നെ സെൽഫോണിൽ ഒരു നമ്പർ കണ്ടെത്തി സിംഗപ്പൂരിലുള്ള ഒരു സുഹൃത്തിനെ വിളിച്ചു. കോളേജിൽ 3 വർഷം ഒന്നിച്ചുണ്ടായിരുന്നതാണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യുന്ന ഒരു വൻ കമ്പനിയിലാണ് ജോലി. വിവേക്, അതാണ് അവൻ്റെ പേര്. അപ്പുറത്ത് ഫോൺ അറ്റൻഡ് ചെയ്യപ്പെട്ടു. ഇപ്പോഴെങ്കിലും നിനക്കൊന്ന് വിളിക്കാൻ തോന്നിയല്ലോ, വിവേക് പരിഭവിച്ചു. നിന്റെ സമയം നഷ്ടപ്പെടുത്തണ്ടെന്ന് കരുതിയാടാ. സുഖദേവ് ചിരിച്ചു. അപ്പോൾ ഈ വിളിയിൽ എന്തോ കാര്യമുണ്ടെന്നർത്ഥം. ഉണ്ട്. സ്കൂളിൽ നടന്നത് സുഖദേവ് ചുരുക്കി പറഞ്ഞു. വിവേക് ശ്രദ്ധയോടെ കേട്ടു. നിന്റെ പഴയ സ്വഭാവം എടുക്കടാ. ചവിട്ടി അവൻ്റെയൊക്കെ നടുവൊടുക്കി. വിവേകിന് ദേഷ്യം വന്നു. ഇവിടെ അതൊന്നും അല്ലട വേണ്ടത്. സുഖദേവ് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. എങ്കിൽ ഞാൻ നിന്നെ എങ്ങനെ സഹായിക്കണം അത് പറ. സുഖദേവ് സ്വരം താഴ്ത്തി. ഞാനൊരു വീഡിയോ ക്ലിപ്പിംഗ് നിനക്ക് അയക്കും. നീ അത് അവിടെ നിന്ന് ഒരു ഫേക്ക് അക്കൗണ്ട് വഴി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കണം. നിനക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ. ഏതായാലും ഇതിൻ്റെയൊന്നും അന്വേഷണം അവിടെ വരെ എത്തില്ല. അതൊക്കെ നിസ്സാര കാര്യമല്ലേ. നീ അതിങ്ങോട്ട് അയക്ക്. സുഖദേവ് ക്ലിപ്പിംഗ് അയച്ചു കൊടുത്തു. കലേഷും അഭിജിത്തും അടങ്ങുന്ന സംഘം ക്ലാസ് മുറിയിൽ വെച്ച് മദ്യപിച്ചിട്ട് കാണിക്കുന്ന
കോപ്രായങ്ങൾ, അവരുടെ രക്ഷിതാക്കൾ വന്നു കൊണ്ടുപോകുന്നത് എല്ലാം. 1-2 മണിക്കൂറിനുള്ളിൽ നിന്റെ സ്കൂളിൽ വരെ ഈ വിവരം അറിഞ്ഞോളും. വിവേക് ചിരിക്കുന്നത് സുഖദേവ് കേട്ടു. താങ്ക്സ്. കേട്ടോടാ. പിന്നെ മറ്റൊരു വിശേഷമുണ്ട്. നമ്മുടെ കൂടെ പഠിച്ച അലക്സാണ്ടർ ഇപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടറാ. താമസിയാതെ ഇവിടേക്ക് പോസ്റ്റിംഗ് ഉണ്ടാകുമെന്ന് അറിയുന്നത്. ആര്? നമ്മുടെ പട്ടരോ? വിവേകിന് അത്ഭുതം. അതേന്നേ. അവൻ വരുമ്പോൾ എൻ്റെ കാര്യം പറയണം. പിന്നെ ഞാനിത് കൈകാര്യം ചെയ്തോളാം. നീ ധൈര്യമായിരിക്കേ. വിവേക് കാൾ മുറിച്ചു. സമയം ഉച്ച. സുഖദേവ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭിലാഷ് സാർ തിടുക്കത്തിൽ സ്റ്റാഫ് റൂമിലെത്തി. ടീച്ചറെ, ഇത് കണ്ടോ? അയാൾ സെൽഫോൺ ശോഭ ടീച്ചറെ കാണിച്ചു. സുഖദേവിന് കാര്യം മനസ്സിലായെങ്കിലും ഒന്നും ഭാവിച്ചില്ല. ഉണ്ണുന്നതിനിടയിൽ തന്നെ മറ്റ് ടീച്ചേഴ്സ് ഫോണുകൾ എടുക്കുന്നു. ആകെ നാണക്കേടായല്ലോ, അഭിലാഷ് സാർ പറയുന്നു. ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലായിരിക്കും കഴിഞ്ഞു. അതിനിത് നമ്മുടെ കുട്ടികളാണെന്ന് ആരും അറിയുന്നില്ലല്ലോ, ശോഭ ടീച്ചർ തർക്കിച്ചു. കലാധരൻ ഡോക്ടറെയും തോട്ടൻ രാജനെയും കൃത്യമായി നമ്മുടെ നാട്ടുകാർക്ക് മനസ്സിലാകുമല്ലോ. എന്നാലും ആരായിരിക്കും ഇത് അപ്ലോഡ് ചെയ്തത്? അവർ കൂട്ടമായി ചിന്തിച്ചു തുടങ്ങി. അതൊക്കെ സൈബർ സെല്ലിനെ കണ്ടെത്താൻ കഴിയൂ. സുഖദേവ് ഭക്ഷണം കഴിഞ്ഞ് കൈ കഴുകിയിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ അവർക്കടുത്തെത്തി. എന്താ പ്രശ്നം? നമ്മുടെ പിള്ളേർ മദ്യപിക്കുന്നതും മറ്റും യൂട്യൂബിൽ കിടക്കുന്നു. സുഖദേവ് അഭിലാഷിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി നോക്കി. അയാളുടെ ഉള്ളിൽ ക്രൂരമായ ഒരു ചിരിയുണ്ടായി. ആ നേരത്ത് ഇതാര് ഷൂട്ട് ചെയ്തു സാറേ? അയാൾ ഓരോരുത്തരുടെയും മാറി മാറി നോക്കി. ആർക്കും ഉത്തരമില്ല. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് തുടങ്ങാനുള്ള ബെല്ലടിച്ചു. ടീച്ചേഴ്സ് ക്ലാസ്സിലേക്ക് പോയി. ശരം കണക്കെ ഡോക്ടർ കലാധരൻ്റെ കാർ മുറ്റത്തെത്തി. അതിൽ നിന്ന് അയാളും തോട്ടൻ രാജനും ചാടിയിറങ്ങി. ആരെയും ശ്രദ്ധിക്കാതെ ഇരുവരും പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് പാഞ്ഞു. ബാബുരാജ് തല ഉയർത്തി. ഞാൻ ഡോക്ടറെ വിളിക്കാൻ ഭാവിക്കുകയായിരുന്നു. ഇങ്ങോട്ട് വന്നത് നന്നായി. എന്താ? ഡോക്ടറും തോട്ടൻ രാജനും കസേര വലിച്ചിട്ടിരുന്നു. പ്രിൻസിപ്പൽ കലേഷ് ചെയ്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. കലാധരൻ്റെ മുഖത്ത് ഒരു പുച്ഛഭാവം മിന്നി. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ ഞങ്ങൾ വന്ന കാര്യം പറയട്ടെ. ബാക്കി സംസാരിച്ചത് തോട്ടൻ രാജൻ എന്ന രാജശേഖരനാണ്. സാർ, യൂട്യൂബിൽ വന്ന രംഗങ്ങൾ കണ്ടോ? ഇപ്പോൾ ടീച്ചേഴ്സ് കാണിച്ചു. ഞങ്ങൾക്കറിയണം ആരാ ഈ ചെറ്റത്തരം കാണിച്ചതെന്ന്. ബാബുരാജ് തലയാട്ടി. അതിന് പോലീസിൽ പരാതി കൊടുക്കേണ്ടി വരും. കൊടുക്കണം, കലാധരൻ ഒച്ച ഉയർത്തി. സ്കൂളിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമല്ലേ? അതെ. പക്ഷേ എന്തു പറഞ്ഞ് നമ്മൾ പരാതി കൊടുക്കും സാറേ? ഇങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്നോ? ഈ ദൃശ്യങ്ങൾ ഫേക്കാണെന്ന് നമ്മളെങ്ങനെ തെളിയിക്കും? കലാധരൻ്റെ മട്ടുമാറി. എനിക്ക് കൂടുതലൊന്നും അറിയണ്ട. എത്രയും വേഗം ഇത് ബ്ലോക്ക് ചെയ്യണം. അത് സൈബർ സെല്ലുകാർ വിചാരിച്ചാലും നടക്കൂ സാർ. യൂട്യൂബും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ വൻ പ്രചാരത്തിലുള്ള നമ്മുടെ നാട്ടിൽ ഓരോ നിമിഷവും ആയിരങ്ങളാകും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കലാധരന് പെരുത്തു കയറി. സാർ എന്നെ കൂടുതൽ പഠിപ്പിക്കണ്ട. സാറിന് എന്ത് ചെയ്യാൻ കഴിയും അത് പറ. ഞങ്ങളുടെ പിള്ളേരുടെ ഭാവിയാ. ബാബുരാജിൻ്റെ മുഖത്ത് പ്രത്യേക ഭാവമൊന്നും ഉണ്ടായില്ല. എനിക്കൊന്നിനും കഴിയില്ല. കാരണം ഇത് കള്ളമാണെന്ന് തെളിയിക്കാൻ എൻ്റെ പക്കൽ തെളിവുകളൊന്നുമില്ല. 100 കണക്കിന് കുട്ടികൾ ഇതിന് സാക്ഷികളുമാണ്. അപ്പോൾ താനും ശത്രുപക്ഷത്താണ് അല്ലേ? കസേര പിന്നോട്ട് തള്ളി തോട്ടൻ രാജൻ ചാടി എഴുന്നേറ്റു. എങ്കിൽ വല്ലതും ചെയ്യാൻ പറ്റുമോയെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. പിന്നെ ഒന്ന് ഞങ്ങൾ കുറുപ്പ. ആ സുഖദേവ് അറിയാതെ ഒന്നും നടക്കത്തില്ല. ആ പന്നൻ പക വീട്ടിയതാ. പ്രിൻസിപ്പൽ എഴുന്നേറ്റു. ആരാണ് ചെയ്തതെന്നൊക്കെ സൈബർ പോലീസിന് കണ്ടെത്താനാവും. അതിനു മുമ്പ് ഒരാളെ പ്രതിക്കൂട്ടിൽ നിർത്തണോ രാജശേഖരൻ സാറേ? അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഹാഫ് ഡോർ വലിച്ചു തുറന്ന് കലാധരനും രാജശേഖരനും ഇറങ്ങിപ്പോയി. അവർ മറയൂർ പോലീസ് സ്റ്റേഷനിലെത്തി. SIയെ കണ്ട് കാര്യം പറഞ്ഞു. SP-യുടെ നിയന്ത്രണത്തിലാണ് സൈബർ വിങ്ങെന്നും അവിടെ പരാതി നൽകിയാലേ ദൃശ്യങ്ങൾ ബ്ലോക്ക് ചെയ്യാനാകൂ എന്നും SI അറിയിച്ചു. ഡോക്ടർ കലാധരനും രാജശേഖരനും ഇടുക്കി SP ഓഫീസിലേക്ക് പോയി. SP സ്ഥലത്തില്ല. ASPക്ക് പരാതി നൽകി. 1 മണിക്കൂർ കഴിഞ്ഞ് സൈബർ പോലീസ് അപ്ലോഡ് ചെയ്ത സ്ഥലം കണ്ടെത്തി. സിംഗപ്പൂർ. അമ്പരന്ന് പോയി കലാധരനും രാജശേഖരനും. സിംഗപ്പൂരിൽ നിന്ന് ആര്? അവർ പരസ്പരം നോക്കി. സൈബർ വിങ്ങിലെ SI ദൃശ്യങ്ങൾ കണ്ടിട്ട് ഇരുവരെയും മാറി മാറി നോക്കി. നിങ്ങളുടെ മക്കൾ കൊള്ളാമല്ലോ. സ്കൂളിലിരുന്ന് മദ്യപിക്കുക മാത്രമല്ല നിങ്ങളുടെ അലമാരിയിൽ നിന്ന് മദ്യം എടുത്തുകൊണ്ട് വന്നതെന്ന് പറയുന്നുമുണ്ടല്ലോ. ക്ഷമിക്കണം സാർ. കലാധരൻ്റെ തല കുനിഞ്ഞു. SI ചിരിച്ചു. തൽക്കാലം ഇത് ബ്ലോക്ക് ചെയ്യാം. പക്ഷേ മറ്റൊരു മാർഗത്തിലൂടെ വീണ്ടും ഇത് പ്രചരിച്ചെന്നിരിക്കും. ആ മറുപടി ഇരുവരെയും തളർത്തി. ഈ നാണക്കേടിൽ നിന്ന് അത്ര വേഗം കരകയറാനാവില്ലെന്ന് അവർക്ക് ബോധ്യമായി. ഇതിനിടെ ക്ലിപ്പിംഗ് കണ്ട നാട്ടുകാരിൽ പലരും അവരെ വിളിച്ചു. പത്തി മടക്കിയിരിക്കുന്ന ഒരുപാട് ശത്രുക്കളുണ്ട് തങ്ങൾക്ക്, രാഷ്ട്രീയത്തിലും അല്ലാതെയും. ഇനി എന്ത് ചെയ്യും ശേഖര? കലാധരൻ അയാളെ നോക്കി. പെട്ടെന്നൊരു മറുപടി നൽകാൻ തോട്ടൻ രാജനും കഴിഞ്ഞില്ല. വൈകിട്ട് വീട്ടിലെത്തിയ തന്മയ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങിയതും കരഞ്ഞുകൊണ്ട് അകത്തേക്കോടി. തിണ്ണയിൽ അപ്പോൾ പിഴുതെടുത്ത എഴുത്തുള്ളികൾ വേർതിരിക്കുകയായിരുന്നു പ്രഭാകരനും പത്മവും. ഇരുവരും ഞെട്ടലോടെ എഴുന്നേറ്റു. പിന്നാലെ ചെന്ന ആദ്യയോട് അവർ കാര്യം തിരക്കി. എനിക്കറിയത്തില്ല, എന്നോടൊന്നും പറഞ്ഞില്ല.
അവളും അമ്പരപ്പിലാണ്. പത്മം അകത്ത് ചെല്ലുമ്പോൾ കിടക്കയിൽ കമിഴ്ന്നു കിടന്ന് കരയുകയാണ് തന്മയ. സ്കൂൾ ബാഗ് മുറിയിൽ വലിച്ചെറിഞ്ഞ നിലയിലുണ്ട്. മോളെ, എന്താടി പ്രശ്നം? പത്മം അവൾക്കരികിലേക്ക് കിടക്കയിലിരുന്നു. ഞാനിനി സ്കൂളിൽ പോകുന്നില്ല. തന്മയെ കുറച്ചുകൂടി ശക്തിയിൽ ആങ്ങലടിച്ച് കരയാൻ തുടങ്ങി. പത്മം അവളുടെ പുറത്ത് തടവി. നീ കാര്യം പറ മോളെ. പ്രഭാകരനും ആദ്യം കൂടി മുറിയിലേക്ക് വന്നു. തന്മയ ഒന്നും പറയുന്നില്ല, കരച്ചിൽ മാത്രം. വളരെ നിർബന്ധിച്ചപ്പോൾ അവൾ കാര്യം പറഞ്ഞു. ആദ്യം ഞെട്ടി പിന്നോട്ട് മാറി. അവളുടെ മുഖത്ത് ഭീതി തിളങ്ങി. മോളെ. പ്രഭാകരൻ്റെ കണ്ണുകൾ ചുവന്നു. നീ എണീറ്റേ. അത്രയും നാൾ കേൾക്കാത്ത ഒരു ശബ്ദമായിരുന്നു അയാളുടേത്. പത്മത്തിന് പേടി തോന്നി. തന്മയ പക്ഷേ എണീറ്റില്ല. എടി, എഴുന്നേൽക്കാൻ. പ്രഭാകരൻ്റെ ശബ്ദത്തിന് മൂർച്ച കൂടി. തന്മയ സംശയത്തോടെ എഴുന്നേറ്റു. മുഖം കഴുകി തുടയ്ക്കടി. അച്ഛൻ്റെ അഭാവത്തിന് മുന്നിൽ അനുസരിക്കാതിരിക്കാൻ അവൾക്കായില്ല. നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാ? പത്മ അയാളെ തുറച്ചു നോക്കി. എൻ്റെ വലത് കാലിനെ സ്വാധീനക്കുറവുള്ളൂ. മനസ്സിൻ്റെ ധൈര്യം ഒട്ടും കുറഞ്ഞിട്ടില്ലടി. തിടുക്കത്തിൽ അയാളും വേഷം മാറി. തന്മയ മുഖം കഴുകി വന്നു. നീ സ്കൂട്ടർ എടുക്ക്. അവളെയും കൂട്ടി പ്രഭാകരൻ പുറത്തേക്കിറങ്ങി. വേവലാതിയോടെ പത്മം പിന്നാലെ ചെന്നു. എങ്ങോട്ടാണെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. തിരിച്ചു വന്നിട്ട് പറയാം. പ്രഭാകരൻ തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. പിന്നെ അയാൾ തുടർന്നു. ഈ വീട്ടിൽ നിന്ന് ഒരു ശബ്ദം പോലും പുറത്തു പോകരുത്. അതൊരു താക്കീതായിരുന്നു. തന്മയ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു. പ്രഭാകരൻ പിന്നിൽ കയറി. വിട്. സ്കൂട്ടർ കുന്നിറങ്ങി പോകുന്നത് തിണ്ണയിൽ നിന്ന് ഭീതിയോടെ പത്മം കണ്ടു. തൊട്ടടുത്ത മുറിയുടെ ജനാലയ്ക്കിൽ നിന്ന് അതിനിരട്ടി ഭീതിയിൽ ആദ്യം നോക്കി. നടക്കുന്നൊരു രഹസ്യം അവളുടെ മനസ്സിനെ ചുട്ടു പൊള്ളിക്കുകയായിരുന്നു. SP ഓഫീസിൽ നിന്ന് ഡോക്ടർ കലാധരൻ വീട്ടിലേക്ക് വന്ന് കയറിയതേയുള്ളൂ. കാർ പോർച്ചിലേക്ക് കയറ്റിയിട്ടത് കൂടിയില്ല അയാൾ. അവനെന്തിയെ കലേഷ്? ഹാളിലേക്ക് വന്ന ഭാര്യയെ നോക്കി കലാധരൻ ഗർജിച്ചു. സരസമ്മ ഭർത്താവിനെ തുറച്ചു നോക്കി. ചുവന്ന കണ്ണുകൾ. അയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് അവർക്ക് തോന്നി. അവൻ മുറിയിലുണ്ട്, പഠിക്കുകയാണെന്ന് തോന്നുന്നു. അവർ സൂക്ഷിച്ചു സംസാരിച്ചു. അവൻ്റെ പഠിത്തം ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിക്കും ഞാൻ. കലാധരൻ കലേഷിൻ്റെ മുറിയിലേക്ക് പാഞ്ഞു. പപ്പ സംസാരിക്കുന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു കലേഷ്. അഭിജിത്തുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു അവൻ. പെട്ടെന്ന് ഫോൺ തലയിണക്കിടയിൽ ഒളിപ്പിച്ചിട്ട് അവൻ മേശയ്ക്ക് മുന്നിലേക്കിരുന്ന് ഒരു പുസ്തകം തുറന്നു വച്ചു. എടാ. പിന്നിൽ കലാധരൻ്റെ അലർച്ച. കലേഷ് ചാടി എഴുന്നേറ്റു. ആ നിമിഷം തന്നെ കവിളടക്കം അടിയേറ്റു. അവൻ വിലാപത്തോടെ കസാരയിലേക്ക് വീണു. കലാധരൻ അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുയർത്തി. വീണ്ടും അടിക്കുന്നതിന് മുമ്പ് സരസമ്മ ഇടയ്ക്ക് കയറി. നിങ്ങൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? കുഞ്ഞിനെ ചുമ്മാതെ തല്ലാൻ. കുഞ്ഞോ? ഇവനോ? കുഞ്ഞുങ്ങൾ ചെയ്യുന്ന പണിയാണോടി ഇവൻ ചെയ്യുന്നതൊക്കെ? കലാധരൻ വിരൽ ചൂണ്ടി. ആ വിരലിൻ്റെ അഗ്രം നിന്ന് വിറച്ചു. നാട്ടുകാർ മുഴുവൻ കാണുകയാ ഇവൻ്റെയും കൂട്ടുകാരുടെയും വഴിപ്പിഴച്ച ജീവിതം. മനുഷ്യർക്ക് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റാതായി. സരസമ്മ വല്ലവിധേനയും കലേഷിനെ അയാളുടെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചു. കലിപ്പോടെ കലാധരൻ തുടർന്നു. ഇന്നിവൻ സ്കൂളിൽ കാണിച്ചതെന്താണെന്ന് അറിയാമോ? ആ പ്രഭാകരൻ്റെ മോളെ. ഛേ, ബാക്കി ഞാൻ പറയുന്നില്ല. സരസമ്മ അമ്പരന്നു. ഇങ്ങനെയൊരു മോൻ എനിക്ക് വേണ്ടടി. കലാധരൻ വീണ്ടും അവനെ അടിക്കാൻ കയ്യോങ്ങി. കലേഷിൻ്റെ ഭാവം മാറിയത് പെട്ടെന്നാണ്. തൊട്ടുപോകരുത് തന്നെ. അവൻ ചീറി. കലാധരൻ പതറിപ്പോയി. എങ്കിലും ഒച്ചയെടുത്തു. തൊട്ടാൽ നീ എന്ത് ചെയ്യും? അതപ്പോൾ കാണാം. എടാ. സരസമ്മ മകൻ്റെ നേരെ തിരിഞ്ഞു. നീ ആരോടെ എങ്ങനെ സംസാരിക്കുന്നതെന്ന് അറിയാമോ? നല്ലവണ്ണം അറിയാം. കലേഷ് ചീറി. മക്കളാണെന്ന് കരുതി അച്ഛനും അമ്മയ്ക്കും അവരെ തല്ലാനുള്ള അവകാശമൊന്നുമില്ല. മകൻ ഒരുപാട് മാറിക്കഴിഞ്ഞെന്ന് കലാധരന് തോന്നി. 17 വയസ്സിലെ ഇങ്ങനെയാണെങ്കിൽ കുറെ കൂടി കഴിഞ്ഞാൽ ഇവനൊക്കെ എങ്ങനെയായിരിക്കും? അയാൾ പിന്നെയും എന്തോ പറയാൻ ഭാവിക്കുമ്പോൾ മുറ്റത്തൊരു സ്കൂട്ടർ വന്നു നിൽക്കുന്ന ശബ്ദം. അതാരാന്ന് നോക്കണേ, കലാധരൻ ഭാര്യയോട് പറഞ്ഞു. അവർ വാതിൽക്കലെത്തിയപ്പോൾ പ്രഭാകരനും തന്മയയും. പതറിപ്പോയി സരസമ്മ. ഡോക്ടറില്ലേ? പ്രഭാകരൻ്റെ ഭയമില്ലാത്ത ചോദ്യം. അവർ മറുപടി നൽകും മുമ്പ് ഡോക്ടർ ഇറങ്ങിച്ചെന്നു. വരൂ പ്രഭാകര, ഇരിക്കേ. ഇരിക്കാൻ വന്നതല്ല സാർ. നിങ്ങളുടെ മോനെ എനിക്കൊന്ന് കാണണം. അവനെ കാണാം, സംസാരിക്കാം. താൻ ഇരിക്കടോ. കലാധരൻ പ്രഭാകരനെ മയപ്പെടുത്താൻ ശ്രമിച്ചു. ചിലതൊക്കെ ഞാനും അറിഞ്ഞു. തൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. പ്രഭാകരൻ തന്മയെ മുന്നിലേക്ക് നീക്കി നിർത്തി. ഡോക്ടർക്കറിയാമോ, ഞാനും എൻ്റെ മക്കളും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ഈ നാട്ടിൽ ഒരു കുട്ടിയും ചെയ്യാത്തത്ര ജോലി എടുത്തിട്ടാണ് എൻ്റെ മക്കൾ സ്കൂളിൽ പോകുന്നത്. തേങ്ങിപ്പോകാതിരിക്കാൻ പ്രഭാകരൻ പാടുപെട്ടു. അതൊക്കെ എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ എന്ത് ചെയ്യണം? താൻ അത് പറ. കൂടുതലൊന്നും ചെയ്യണ്ട. ചെയ്യേണ്ടത് എനിക്കറിയാം. അതിനു മുമ്പ് അവനെ ഇങ്ങോട്ടൊന്ന് ഇറക്കിവിട്. ഞാനൊന്ന് കാണട്ടെ. അത് നടക്കത്തില്ല, കലാധരൻ തീർത്തു പറഞ്ഞു. സംസാരമൊക്കെ നമ്മൾ തമ്മിൽ മതി. പ്രഭാകരൻ്റെ മുഖം മാറി. ഞാൻ തളന്തനാണെന്ന് കരുതി എന്നെ ചെറുതായി കാണല് ഡോക്ടറെ. കലേഷിനെ കാണാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. കണ്ടിട്ടേ പോകത്തുമുള്ളൂ. സരസമ്മ വേഗം അവൻ്റെ മുറിയുടെ വാതിലിൽ കയറി നിന്നു. ഇവിടെ വന്ന് ഗുഡായുസം കാണിക്കാൻ പറ്റത്തില്ല. അപ്പോഴേക്കും കലേഷ് വാതിൽക്കലെത്തിയിരുന്നു. താൻ എന്നെ ഏതാണ്ട് ചെയ്ത് കളയുമെന്ന് തോന്നുന്നല്ലോടോ മുടന്താ. ഇനിയും സഹിക്കാൻ പറ്റുമായിരുന്നില്ല പ്രഭാകരന്. അയാൾ അവിടേക്ക് പാഞ്ഞു ചെന്നു. സരസമ്മയുടെ തോളിന് പുറത്തുകൂടി കലേഷിനെ അയാൾ പിടിച്ചു. അവൻ കുതറി. പക്ഷേ പ്രഭാകരൻ വിട്ടില്ല. അയാളുടെ കൈക്ക് ഇരുമ്പിൻ്റെ കരുത്തുണ്ടെന്ന് കലേഷ് അറിഞ്ഞു. എടാ.
ഡോക്ടർ കലാധരനും കുതിച്ചു ചെന്ന് പ്രഭാകരനെ പിടിച്ചു. അച്ഛാ! തന്മയെ നിലവിളിച്ചു. ആകെ ബഹളം. അതിനിടയ്ക്ക് പ്രഭാകരൻ ഡോക്ടർക്കും മകനും ഓരോന്ന് കൊടുത്തു. അവർ തിരികെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെ സരസമ്മ തെന്നി വീണു. കലാധരനും മകനും കൂടി പ്രഭാകരനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. പ്രഭാകരൻ കലേഷിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് പിന്നോട്ട് തള്ളി. ശേഷം ഒരു കത്തി വലിച്ചെടുത്ത് നീട്ടി. തന്തേ മോനും അനങ്ങിപ്പോകരുത്, പൂളിക്കളയും ഞാൻ. കലാധരനും കലേഷും സ്തബ്ധരായി. പ്രഭാകരൻ പറഞ്ഞു, ഇനി എൻ്റെ മകളുടെ നേർക്ക് നിന്റെ ദൃഷ്ടി വീണെന്നറിഞ്ഞാൽ നിന്റെ കണ്ണ് ഞാൻ കുത്തിയെടുക്കും. ഇതൊന്ന് പറയാൻ വേണ്ടിയാ ഇപ്പോൾ വന്നത്, ഓർത്തോ? പ്രഭാകരൻ തിരിഞ്ഞു. എന്നിട്ട് മകളുടെ കൈക്ക് പിടിച്ചു. വാടി. അച്ഛനും മകളും ഇറങ്ങിപ്പോയി. പുറത്ത് സ്കൂട്ടർ സ്റ്റാർട്ടായിട്ടും അകന്നു പോയിട്ടും കലാധരനും കുടുംബത്തിനും ചലിക്കാനായില്ല. അവർക്കിടയിലുണ്ടായ മൗനം മുറിച്ചത് കലേഷായിരുന്നു. കൊല്ലും ഞാൻ മുടന്തനെ. കലാധരനും സരസമ്മയും മകനെ പകച്ചു നോക്കി. വെല്ലുവിളിക്കും പോലെ അവൻ പിന്നെയും പറഞ്ഞു, എൻ്റെ പടം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല. പക്ഷേ അവളെ ഞാൻ നാണം കെടുത്തും. അവസാനം അവൾ ആത്മഹത്യ ചെയ്യും. എന്താണ് അവൻ ഉദ്ദേശിക്കുന്നതെന്ന് കലാധരനോ ഭാര്യയ്ക്കോ മനസ്സിലായില്ല. പ്രഭാകരൻ്റെ വീട്ടിൽ അന്ന് ആരും അത്താഴം കഴിച്ചില്ല. ലൈറ്റ് അണച്ച് കിടന്നിട്ടും ആർക്കും ഉറക്കം വന്നതുമില്ല. പ്രഭേട്ടാ! പത്മ കൈനീട്ടി അയാളെ തൊട്ടു. പ്രഭാകരൻ ഒന്ന് മൂളി. ഇനി കുഴപ്പം വല്ലതും ഉണ്ടാകുമോ? അവരൊക്കെ വലിയ ആൾക്കാരല്ലേ. അവരെ തല്ലുകയെന്ന് പറഞ്ഞാൽ കൊല്ലുകയായിരുന്നു വേണ്ടത്. തോന്നിവാസികളായി മക്കളെ വളർത്തുന്നവർക്ക് ഇങ്ങനെ തന്നെ ശിക്ഷ കൊടുക്കണം. പലരും പലതും ഒളിച്ചു വയ്ക്കും, നാണക്കേടോർത്ത്. അങ്ങനെ ചെയ്യുന്നതാ അവനൊക്കെ കൂടുതൽ ധൈര്യമാകുന്നത്. പത്മത്തിന് അപ്പോഴും ഭീതി അടങ്ങുന്നില്ല. ഒരെന്നാലുമില്ല. മകളെ നശിപ്പിച്ച ഒരുത്തനെ വെടിവെച്ച് കൊന്നില്ലേ ഒരാൾ, നീ ഓർക്കുന്നില്ലേ? ഈ സമയത്ത് ഭർത്താവിനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നി പത്മത്തിന്. മക്കളെന്ന് വെച്ചാൽ ജീവനാണ്. അവർക്ക് വേണ്ടി എന്തും ചെയ്തു പോകും ഈ മനുഷ്യൻ. അപ്പോൾ അടുത്ത മുറിയിൽ ആദ്യ തന്മയെ വിളിച്ചു. ഇച്ചേച്ചി. ഞാനൊരു തെറ്റ് ചെയ്താൽ ഇച്ചേച്ചി പൊറുക്കുമോ? തന്മയൊന്നും ഞെട്ടി. എങ്കിലും പറഞ്ഞു, നീ തെറ്റൊന്നും ചെയ്യില്ലെന്ന് ഇച്ചേച്ചിക്കറിയാമല്ലോ. ആദ്യ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അതല്ല, ഞാനറിയാതെ എന്തെങ്കിലും ചെയ്തു പോയെന്ന് ഒന്ന് വിചാരിച്ചേ. അപ്പോഴോ? തന്മയ്ക്ക് ദേഷ്യം വന്നു. അങ്ങനെ ചെയ്താൽ നിന്റെ കരുണ ഞാൻ അടിച്ചു പുകയ്ക്കും. പക്ഷേ നീ എന്തിനാ പേടിക്കുന്നത്? എന്നെ കണ്ടല്ലേ നീ പഠിക്കുന്നത്. ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ നിനക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഇച്ചേച്ചി. ഒരു തേങ്ങലോടെ ആദ്യം അവളെ കെട്ടിപ്പിടിച്ചു. എങ്കിൽ ഞാനൊരു തെറ്റ് ചെയ്തു പോയി ഇച്ചേച്ചി. ഇച്ചേച്ചി ക്ഷമിക്കണം. അച്ഛനോട് അമ്മയോട് പറയരുത്. മോളെ. തന്മയുടെ ഹൃദയത്തിൽ ഒരു ചൂടുകാറ്റ് വട്ടം ചുറ്റി. നീ എന്ത് ചെയ്തെന്നാ? പറഞ്ഞാൽ എന്നെ തല്ലല്ലേ ചേച്ചി? ഇല്ല, നീ പറ. തന്മയ അഞ്ചെത്തിയെ തന്നിലേക്ക് ചേർത്തമർത്തി. രാവിലെ ചേച്ചി കുളിക്കുമ്പോൾ തന്മയ കാതു കൂർപ്പിച്ചു. ഞാൻ വീഡിയോ എടുത്തു. താനൊരു അഗ്നികുണ്ഡത്തിലേക്ക് വീണതുപോലെ തന്മയ്ക്ക് തോന്നി. അവളുടെ കേൾവി നശിച്ചതുപോലെ. ഇച്ചേച്ചി. അങ്ങകലെ എവിടെ നിന്നോ ആദ്യയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അച്ഛനും അമ്മയും അറിയല്ലേ? തന്മയ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചു. വീഡിയോ എടുക്കാൻ പറ്റിയ ഫോൺ നിനക്ക് ആര് തന്നു? ആര് പറഞ്ഞിട്ടാണ് നീ ഫോട്ടോ എടുത്തത്? അഭിജിത്ത് ചേട്ടൻ. തന്മയിൽ അടുത്ത ഞെട്ടൽ. സാരമില്ല മോളെ, ആ ക്ലിപ്പിങ് നമുക്കങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ആ ഫോൺ ഞാനിന്ന് തിരിച്ചു കൊടുത്തു. തന്മയ്ക്ക് ശിരസിൽ ഒരു പ്രഹരമേറ്റ പ്രതീതി. സ്കൂളിൽ വെച്ച് കലേഷ് തന്നെ വെല്ലുവിളിച്ചത് ഇക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം. എന്തിനാ മോളെ നീ അങ്ങനെ ചെയ്തത്? നിനക്കിത് എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? ശബ്ദം കഴിവതും കുറച്ചാണ് അവൾ ചോദിച്ചത്. ചേച്ചിയോടിത് പറഞ്ഞാൽ ക്ലാസ്സിലൊരു കുട്ടിയുമായിട്ട് എനിക്ക് പ്രേമമാണെന്ന് അവൻ സ്കൂൾ ഭിത്തിയിൽ എഴുതി വയ്ക്കുമെന്ന് പറഞ്ഞു. ആദ്യ പണ്ടേ ദുർബല ഹൃദയാണെന്ന് തന്മയ്ക്കറിയാം. ഒരു ചെറിയ കാര്യം മതി അവൾ പിണങ്ങാനും ഭയക്കാനും. അല്പനേരത്തേക്ക് ഇരുവരും ഒന്നും മിണ്ടിയില്ല. വരുന്നതിനെ നേരിടണം. അവൾ മനസ്സിനെ ധൈര്യപ്പെടുത്താൻ ശ്രമിച്ചു. നാളെ ഇക്കാര്യം സുഖദേവ് സാറിനോട് പറയണം. സാർ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിത്തരും. കുഴപ്പമായോ ചേച്ചി? ആദ്യയുടെ ഉടൽ വിറയ്ക്കാൻ തുടങ്ങി. സാരമില്ല, ഇക്കാര്യം ഓർത്ത് മോള് സങ്കടപ്പെടണ്ട. അങ്ങനെ പറഞ്ഞെങ്കിലും അഭിജിത്തിനെയും കലേഷിനെയും എങ്ങനെ നേരിടുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആദ്യ ഉറങ്ങിയെന്ന് തോന്നി. അപ്പോഴും തന്മയ അഞ്ചെത്തിയെ തലോടിക്കൊണ്ടിരുന്നു. വെളുപ്പിന് എപ്പോഴോ അവളും ഒന്ന് മയങ്ങി. താൻ കുളിക്കുന്ന രംഗങ്ങൾ മറ്റുള്ളവർ ഇൻ്റർനെറ്റിലൂടെ കാണുന്നത് സ്വപ്നം കണ്ടുകൊണ്ടാണ് തന്മയെ ഞെട്ടി ഉണർന്നത്. അപ്പോൾ മുറിയിൽ വെളിച്ചമുണ്ടായിരുന്നു. രണ്ടാളും എഴുന്നേറ്റേ. അച്ഛൻ എപ്പോഴേ ഫാമിലേക്ക് പോയി കഴിഞ്ഞു. തന്മയെ വേഗം എഴുന്നേറ്റു. എന്നിട്ട് ആദ്യയെ വിളിച്ചുണർത്തി. അമ്മയോടൊന്നും പറയരുതേ എന്ന് ആദ്യ ആംഗ്യം കാണിച്ചു. ഇല്ലെന്ന് തന്മയെ കണ്ണടച്ചു കാട്ടി. പെട്ടെന്ന് വേഷം മാറി കടും കാപ്പിയും കുടിച്ച് ഇരുവരും ഇറങ്ങി. സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നിൽ നിന്ന് പത്മത്തിൻ്റെ ശബ്ദം കേട്ടു. കുപ്പി എടുക്കാതെയാണോടി പോകുന്നത്? ആദ്യം തിരിച്ചു ചെന്ന് കുപ്പികളടങ്ങിയ സഞ്ചി എടുത്തു. പത്മ അവളെ സൂക്ഷിച്ചു നോക്കി. എന്താടി മുഖം വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. അവൾ ഓടിച്ചെന്ന് സ്കൂട്ടറിൽ കയറി ഫാമിലേക്ക് പോകുമ്പോൾ തന്മയെ ഓർമ്മപ്പെടുത്തി. നീ ഒന്നും ഭാവിച്ചേക്കരുത്. അങ്ങനെയൊന്നും നീ ചെയ്തിട്ടില്ല, മനസ്സിലായല്ലോ? ആയി.
ഒരു കൈകൊണ്ട് ആദ്യ ചേച്ചിയെ കെട്ടിപ്പിടിച്ചിരുന്നു. പതിവിലും താമസിച്ചാണ് ഇരുവരും ഫാമിലെത്തിയത്. ഇന്ന് അച്ഛൻ്റെ ശകാരം ഉറപ്പാണ്. തൊഴുത്തിൻ്റെ മുറ്റത്ത് സ്കൂട്ടർ വെച്ചിട്ട് ഇരുവരും ഇറങ്ങി. തിണ്ണയിൽ പാൽ കറന്നു വെച്ചിട്ടുണ്ട്. പ്രഭാകരനെ കണ്ടില്ല. തൊട്ടടുത്ത് കുളമുണ്ട്. തൊഴുത്ത് കഴുകി വൃത്തിയാക്കാൻ അവിടെ നിന്നാണ് വെള്ളമെടുക്കുന്നത്. തങ്ങളെ കാണാഞ്ഞ് അച്ഛൻ അവിടേക്ക് പോയതായിരിക്കുമെന്ന് അവർ കരുതി. ഇരുവരും ചേർന്ന് പാൽ കുപ്പികളിൽ നിറച്ചു. യാത്ര പറയാതെ പോകുന്നത് പ്രഭാകരന് ഇഷ്ടമല്ല. അച്ഛാ, തന്മയെ ഉറക്കെ വിളിച്ചു. കേൾക്കാവുന്ന അകലത്തിലാണ് കുളം. പക്ഷേ മറുപടി കിട്ടിയില്ല. ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. തന്മയ കുളത്തിനരികിലേക്ക് ചെന്നു. പക്ഷേ പ്രഭാകരനെ കണ്ടില്ല. അവിടെ നിന്ന് ഒരിക്കൽ കൂടി അവൾ വിളിച്ചു. പ്രഭാകരൻ വിളി കേട്ടില്ല. പെട്ടെന്ന് അവൾ മറ്റൊന്ന് കണ്ടു. മഞ്ഞിനടിയിലൂടെ തൊട്ടടുത്ത കരിമ്പിൽ പാടത്തിനുള്ളിലേക്ക് ഒരാൾ ഓടിക്കയറുന്നു. അവിടെ ശർക്കര ആലയുടെ പണി നടക്കുകയാണ്. തന്മയ്ക്ക് എന്തോ പന്തിക്കേട് തോന്നി. ധൃതിയിൽ അവൾ മടങ്ങി വന്നു. വെള്ളമെടുക്കുന്ന ബക്കറ്റുകൾ ഒരു മൂലയിലിരിക്കുന്നു. അച്ഛാ! തന്മയുടെ വിളി നിലവിളി പോലെയായി. പശുക്കൾ അത് കേട്ട് വിരണ്ട് ബഹളം വെച്ചു. എന്തായി ചേച്ചി? ആദ്യ വിളിച്ചു ചോദിച്ചു. അച്ഛൻ ഇവിടെയെങ്കിലും ഇല്ലടി. പിന്നെ എവിടെ പോകാനാ? പെട്ടെന്ന് പശുക്കളുടെ കാലിനടിയിൽ ഒരു സാധനം കിടക്കുന്നത് തന്മയെ കണ്ടു. അച്ഛൻ്റെ ടോർച്ച്. അവൾ അവിടേക്ക് ഓടിച്ചെന്നു. അച്ഛാ! താഴ്വാരം നടക്കുന്ന ഒരലർച്ച. ആദ്യയും അവിടേക്ക് പാഞ്ഞെത്തി. അവളും കണ്ടു. ചാണകക്കുഴിയിൽ കുത്തി നാട്ടിയതുപോലെ 2 കാലുകൾ. അവിടേക്ക് ഒന്നുകൂടി നോക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല തന്മയ്ക്കും ആദിക്കും. ഇരുവരും പരസ്പരം കെട്ടിപ്പിടിച്ച് തൊഴുത്തിലിരുന്ന് നിലവിളിച്ചു. തൊട്ടടുത്തെങ്ങും വീടുകളില്ല. ഒരു ഭാഗത്ത് കരിമ്പിത്തോട്ടവും മറുഭാഗത്തെ കുന്നിൻ ചെരുവുകളിൽ വെട്ടി നീക്കിക്കൊണ്ടിരിക്കുന്ന ഗ്രാൻഡീസ് മരങ്ങളുടെ വലിയ തോട്ടവുമാണ്. നേരെ ശരിക്ക് പുലർന്നിരുന്നെങ്കിലും കാന്തല്ലൂരിൽ മഞ്ഞിൽ പുതഞ്ഞു നിൽക്കുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ കരിമ്പ് കൊണ്ടുപോകുന്ന ഒരു ട്രാക്ടർ ആ വഴി വന്നു. അതിൻ്റെ കർണകഠോരമായ ശബ്ദത്തിനിടയിൽ ഡ്രൈവർ കുട്ടികളുടെ നിലവിളി കേട്ടു. വണ്ടി നിർത്തി അയാൾ ഇറങ്ങി. പ്രഭാകരൻ്റെ കുടുംബത്തെ അയാൾക്ക് ശരിക്കറിയാം. എന്താ പിള്ളേരെ? അയാൾ തൊഴുത്തിനടുത്തേക്ക് നടന്നു. ശശിയേട്ടാ, ഞങ്ങളുടെ അച്ഛൻ. തന്മയ ചാണകക്കുഴിക്ക് നേർക്ക് കൈ ചൂണ്ടി. ശശി സംശയത്തോടെ അവിടേക്ക് നോക്കി. അയാളും കണ്ടു ചാണകക്കുഴിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന 2 കാലുകൾ. കാൽമുട്ടുകൾ മുതൽ മുകളിലേക്കുള്ള ഭാഗം ചാണകത്തിനുള്ളിലാണ്. ഒരാളെ തലകുത്തി നിർത്തിയിരിക്കുകയാണ്. നടുങ്ങി പിടഞ്ഞുപോയി ശശി. ജീവിതത്തിൽ ഇന്നുവരെ ഇങ്ങനെയൊന്ന് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. ഒരു കാൽപാദം അല്പം വളഞ്ഞ് ചെറുതാണെന്ന് കണ്ടപ്പോൾ തന്നെ ശശിക്ക് ഉറപ്പായി പ്രഭാകരനാണ്. എങ്ങനെയാ പിള്ളേരിത് സംഭവിച്ചത്? അയാൾ തന്മയ്ക്ക് ആദിക്ക് നേരെ തിരിഞ്ഞു. ഞങ്ങൾക്കറിയത്തില്ല ചേട്ടാ. വിലാപത്തിനിടയിൽ അവരിൽ നിന്നും വാക്കുകൾ അടർന്നു വീണു. ശശി പെട്ടെന്ന് വരയൻ അണ്ടർവെയറിൻ്റെ പോക്കറ്റിൽ നിന്ന് സെൽഫോൺ എടുത്ത് ആരെയോ വിളിച്ച് വിവരം അറിയിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞു. ആളുകൾ അവിടേക്ക് എത്തിത്തുടങ്ങി. ബൈക്കുകളിലും ഓട്ടോകളിലും കാൽനടയായും ഒറ്റയ്ക്കും കൂട്ടായുമൊക്കെ. സ്ത്രീകളിൽ ചിലർ കുട്ടികളെ താങ്ങി എഴുന്നേൽപ്പിച്ചു. വാ മക്കളെ. വാടിയ ചേമ്പിൻ തണ്ടുകൾ പോലെ ആയിക്കഴിഞ്ഞിരുന്നു അവർ. അവരെ ഇനിയിവിടെ നിർത്തിക്കൂടാ. കൂട്ടത്തിലുണ്ടായിരുന്ന മെമ്പർ സഹദേവൻ പെട്ടെന്ന് കാര്യങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്തു. അയാൾ മറയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം നൽകി. 2 സ്ത്രീകൾക്കൊപ്പം കുട്ടികളെ ഒരു ഓട്ടോയിൽ വീട്ടിലേക്ക് അയക്കുകയും ചെയ്തു. സ്കൂട്ടറിൽ പോയ മക്കൾ ഓട്ടോയിൽ വന്നിറങ്ങുന്നത് അടുക്കളയിൽ നിന്ന് പത്മം കണ്ടു. സാരി തുമ്പിൽ കൈ തുടച്ചുകൊണ്ട് ധൃതിയിൽ അവൾ ഇറങ്ങി വന്നു. മക്കൾക്ക് സ്കൂട്ടറിൽ നിന്ന് വീണ് എന്തെങ്കിലും അപകടം സംഭവിച്ചതാകുമെന്നാണ് അവർ കരുതിയത്. എവിടെയാടി മറിഞ്ഞു വീണത്? മറ്റു സ്ത്രീകൾ അവരെ താങ്ങി നിർത്തിയിരിക്കുകയാണ്. തന്മയുടെയും ആദിയുടെയും വസ്ത്രങ്ങളിൽ ചാണകമോ ചെളിയോ മറ്റോ പറ്റിയിരിക്കുന്നതും അവർ ശ്രദ്ധിച്ചു. എടി, എന്തുണ്ടായെന്ന് പറയാൻ? പത്മ തന്മയെ പിടിച്ചുലച്ചു. അമ്മേ! പച്ചയീറ്റ വെട്ടിപ്പിളരുന്ന പോലെ ഒരു നിലവിളിയോടെ തന്മയ പത്മത്തിൻ്റെ നെഞ്ചിലേക്ക് വീണു. ഒപ്പം ആദിയും. അമ്മേ, അച്ഛൻ! ബാക്കി പറയാൻ ഇരുവർക്കും വാക്കുകൾ കിട്ടിയില്ല. പത്മത്തിൻ്റെ ഇടനെഞ്ചിൽ ഒരു വെള്ളിരി മുഴങ്ങി. ഒരു നിമിഷം അവൾ മരവിച്ചു നിന്നു. ശേഷം ഒറ്റക്കരച്ചിൽ. പ്രഭേട്ടാ! അമ്മയുടെയും മക്കളുടെയും കൂട്ടവിലാപം. അയൽക്കാർ ഓടിക്കൂടി. അവർ മൂവരെയും തിണ്ണയിലിരുത്തി. എനിക്ക് എൻ്റെ പ്രഭേട്ടനെ കാണണം. പത്മ ചാടി എഴുന്നേറ്റു. ഓട്ടോയിൽ വന്ന സ്ത്രീകൾ അവരെ തടഞ്ഞു. വേണ്ട, നീ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട. പത്മ വെട്ടിപ്പിടഞ്ഞ് തിണ്ണയിലേക്ക് തന്നെ വീണു. കുണ്ടാക്കാട് പ്രദേശം മുഴുവൻ വാർത്ത പരന്നു. ജനം ഫാമിലേക്കും പ്രഭാകരൻ്റെ വീട്ടിലേക്കും ഒഴുകി. ജനക്കൂട്ടത്തെ കണ്ട് പശുക്കൾ കയറ് പൊട്ടിക്കുന്ന അവസ്ഥയിലായിരുന്നു. SI ശശിധരൻ്റെ നിർദ്ദേശാനുസരണം പോലീസ് ജനങ്ങളെ തൊഴുത്തിൻ്റെ ഭാഗത്തു നിന്ന് അകറ്റി നിർത്തി. അയാളുടെ കണ്ണുകളിലും അമ്പരപ്പിൻ്റെ ഭാവം. ശിരസിൽ നിന്ന് തൊപ്പിയെടുത്ത് ഒരു നിമിഷം അയാൾ നിശ്ചലമായി. അനന്തരം ജനത്തിന് നേർക്ക് തിരിഞ്ഞു. ആരാ ഇത് ആദ്യം കണ്ടത്? പ്രഭാകരൻ്റെ മക്കൾ തന്നെയാ സാറേ. മെമ്പർ സഹദേവൻ മുന്നോട്ട് ചെന്നു. SI കടുപ്പത്തിലൊന്ന് മൂളി. തുടർന്ന് രംഗത്തിൻ്റെ ഫോട്ടോകൾ എടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. പിന്നെ നാട്ടുകാരിൽ ചിലരുടെ സഹായത്തോടെ മൃതദേഹം വലിച്ചുയർത്തി. ചതുപ്പിൽ പുതഞ്ഞ ഒരു മരക്കുറ്റി പിഴുതെടുക്കുന്നത് പോലെയാണ് ആ ശരീരം ഉയർന്നു വന്നത്. അവർ അത് തൊഴുത്തിനു പുറത്തെ പുല്ലിൽ കിടത്തി. നിറയെ ചാണകം പൊതിഞ്ഞ നിലയായിരുന്നതിനാൽ ഒന്നും കാണാൻ വയ്യ. അത് പ്രഭാകരനാണോ എന്ന് പോലും. ഗിരിധരൻ്റെ കണ്ണുകൾ തൊഴുത്തിലിരുന്ന ബക്കറ്റുകളിൽ ഉടക്കി. കുറച്ച് വെള്ളം കൊണ്ടുവാ.
നാട്ടുകാർ ബക്കറ്റുകളുമായി കുളത്തിലേക്ക് പാഞ്ഞു. കോരിക്കൊണ്ടുവന്ന വെള്ളം ആ ശരീരത്തിലേക്ക് ഒഴിച്ചു. ചാണകം ഒഴുകി പോയപ്പോൾ പോലീസ് സംഘം കണ്ടു പ്രഭാകരൻ്റെ തുറച്ച കണ്ണുകളും നീട്ടിയ നാവും. ശശിധരൻ്റെ മുഖത്ത് പല സംശയങ്ങളും മിന്നി. ഒരുപക്ഷെ അയാൾ കാൽ വഴുതി ചാണകത്തിൽ വീണതാകുമോ എന്നായിരുന്നു ഇതുവരെയുള്ള സംശയം. പക്ഷേ ഇതങ്ങനെയല്ല. പ്രഭാകരൻ്റെ കഴുത്തിൽ ചാക്കുനൂൽ വലിപ്പത്തിൽ ഒരു നീലിച്ചപ്പാട് നീരുവച്ച് തള്ളി നിൽക്കുന്നു. ഇതിനർത്ഥം പ്രഭാകരൻ്റെ കഴുത്തിലാരോ കുരുക്കിട്ടു എന്നതാണ്. ചാണകം വെട്ടി പുറത്തിറണം. പിന്നെ പശുക്കളെ ഇവിടെ നിന്ന് മാറ്റണം. ഗിരിധരൻ സഹദേവനെ നോക്കി. സഹദേവൻ കരിമ്പിത്തോട്ടത്തിലെ ചില തൊഴിലാളികളെ വിളിച്ച് കാര്യങ്ങൾ ഏർപ്പാടാക്കി. അവർ പശുക്കളെ കുറച്ചകലേക്ക് നീക്കി മരങ്ങളിൽ കെട്ടി. പിന്നെ ചാണകം കോരാൻ തുടങ്ങി. കൊഴുത്ത ചെളി പോലെ കിടക്കുകയായിരുന്നു അത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അത് കോരിക്കൊണ്ടിരുന്ന പണിക്കാരൻ്റെ തുമ്പയിൽ എന്തോ കുരുങ്ങി. കമ്പിയോ കയറോ പോലെ. അയാൾ അത് നീക്കി പുറത്തിട്ടു. അതൊന്ന് കഴുകിക്കേ, ഗിരിധരൻ്റെ അടുത്ത നിർദ്ദേശം. പണിക്കാരൻ അത് ബക്കറ്റിലെ വെള്ളത്തിലിട്ട് കഴുകി. എസ്ഐയുടെ കണ്ണുകൾ വിടർന്നു. ഒരു കേബിൾ, ബൈക്കിൻ്റെയോ സൈക്കിളിൻ്റെയോ ബ്രേക്ക് കേബിളിൻ്റെ ഉള്ളിലെ കമ്പി പോലെ. പഴക്കം തോന്നിക്കാത്തത്. പോലീസ് തൊണ്ടിയായി അതെടുത്തു. തൊഴുത്തിൽ കിടന്നിരുന്ന ടോർച്ചും. വളരെ പെട്ടെന്ന് FIR തയ്യാറാക്കി മൃതദേഹം ശശിയുടെ ട്രാക്ടറിൽ കയറ്റി അവിടെ നിന്ന് കൊണ്ടുപോയി. കാരണം ആ കുന്നിൻ ചെരുവിലേക്ക് ആംബുലൻസിന് എത്താൻ പ്രയാസമായിരുന്നു. രാവിലെ സ്കൂളിലെത്തിയപ്പോഴാണ് സുഖദേവ് സഹപ്രവർത്തകരിൽ നിന്ന് വിവരം അറിഞ്ഞത്. പല ടീച്ചേഴ്സും തന്മയുടെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. ആരോടും കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ സുഖദേവ് ബൈക്കിൽ കാന്തല്ലൂർക്ക് തിരിച്ചു. കാലിന് വല്ലാത്ത നീറ്റൽ തോന്നി. കുണ്ടാക്കാട് പ്രഭാകരൻ്റെ വീടിനോട് അടുക്കുംതോറും റോഡിൽ കൂട്ടമായി ആളുകൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. റോഡിൽ ബുള്ളറ്റ് ബൈക്ക് വെച്ച് സുഖദേവ് ഇറങ്ങി. പ്രഭാകരൻ്റെ അളിയൻ ശിവദാസൻ അയാളെ കണ്ട് ഓടി വന്നു. സാറേ, കൊന്നതാ അളിയനെ. പോലീസ് അങ്ങനെയാ പറയുന്നത്. സുഖദേവ് അയാളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അതിൻ്റെ അർത്ഥം തിരിച്ചറിഞ്ഞ ശിവദാസൻ പൊടുന്നനെ സ്വരം താഴ്ത്തി. മനസ്സാ വാച കർമ്മണ, എനിക്കൊന്നും അറിയത്തില്ല സാറേ. ഞാനല്ല. സുഖദേവ് വെറുതെ മൂളി. എങ്ങനെയാ സംഭവം? രാവിലെ പിള്ളേർ പാലെടുക്കാൻ ചെന്നപ്പം അയാൾ താൻ അറിഞ്ഞത് അത്രയും പറഞ്ഞു. തൻ്റെ ഹൃദയം ബലൂൺ പോലെ വീർത്തു വരുന്നത് സുഖദേവ് പറഞ്ഞു. പാവം പത്മചേച്ചിക്കും കുട്ടികൾക്കും ഇതെങ്ങനെ താങ്ങാൻ കഴിയും? ഒരു വീടിൻ്റെ നെടുന്തൂണാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കുട്ടികളെന്തിയേ? സുഖദേവിൻ്റെ ശബ്ദം വല്ലാതെ പതറി. അകത്തുണ്ട് സാറേ. സാറുവാ, അതുങ്ങളുടെ അവസ്ഥ കണ്ടാൽ ചങ്കു പൊട്ടിപ്പോകും സാറേ. ശിവദാസൻ സുഖദേവുമായി മുറ്റത്തേക്ക് കയറി. പിന്നെ വീടിനുള്ളിലേക്ക് ക്ഷണിച്ചു. അയാളെ കണ്ട് തിണ്ണയിലും വാതിൽക്കലുമൊക്കെ നിന്നിരുന്ന അയൽക്കാർ വഴിമാറിക്കൊടുത്തു. അകത്തെ മുറിയിലേക്ക് ഒന്ന് നോക്കിയതേയുള്ളൂ സുഖദേവ്. മനം കലങ്ങിപ്പോയി. ഒരു പഴയ കട്ടിലിൽ കെട്ടിപ്പിടിച്ച് അമ്മയും മക്കളും. കരയാനുള്ള കരുത്ത് പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ചുറ്റും പേടിപ്പെടുത്തുന്നത് എന്തോ കാണുന്നത് പോലെ ഭീതി തിങ്ങിയ കണ്ണുകൾ. തങ്ങളിലേക്ക് സ്വയം ചുരുങ്ങിപ്പോയ അവസ്ഥ. മക്കളെ, സാറ്, ശിവദാസൻ മന്ത്രിച്ചു. കുട്ടികൾ പെട്ടെന്ന് മുഖമുയർത്തി. സുഖദേവനെ കണ്ട് ഇരുവരും ചാടി എഴുന്നേറ്റു. ഭ്രാന്തി പിടിച്ചതുപോലെ അവർ അയാളെ കെട്ടിപ്പിടിച്ചു. സാറേ, ഞങ്ങളുടെ അച്ഛൻ. ഇനി ഞങ്ങൾക്ക് ആരുമില്ല സാറേ. എന്തു പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ വാക്കുകൾ വഴിമുട്ടിയ നിലയിൽ സുഖദേവ് നിന്നു. യാന്ത്രികമായി കൈകളുയർത്തി അയാൾ അവരുടെ ശിരസിൽ തടവി. ഞങ്ങളിനി എന്തിനാ സാറേ ജീവിക്കുന്നേ? കുട്ടികളുടെ കണ്ണീർ വീണ് അയാളുടെ ഷർട്ട് കുതിർന്നു. സുഖദേവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ഗദ്ഗതം അയാളുടെ തൊണ്ടയെ വിറപ്പിച്ചു. സുഖദേവ് ശിവദാസനെ നോക്കി. അത് മനസ്സിലാക്കി അയാൾ പെട്ടെന്ന് കുട്ടികളെ അടർത്തി മാറ്റി. മക്കളിവിടെ ഇരിക്കേ, അമ്മയുടെ കൂടെ. സുഖദേവ് കർച്ചീഫ് എടുത്ത് കണ്ണു തുറച്ചുകൊണ്ട് പിന്തിരിഞ്ഞു. പിറകിൽ കുട്ടികളുടെ വിലാപം കേട്ടു. പോകല്ലേ സാറേ, ഞങ്ങൾക്ക് പേടിയാ. സുഖദേവ് തിരിഞ്ഞു നോക്കിയില്ല. നോക്കിയാൽ താനും പൊട്ടിക്കരഞ്ഞു പോകും. ആളുകൾ മുറ്റത്ത് ടാർപ്പാളിയും കൊണ്ട് ഒരു പന്തലുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ഒരു ടെമ്പോയിൽ കുറച്ച് കസേരകളും കൊണ്ടുവന്ന് അവിടെ നിർത്തി. മുഖം കൈവെള്ളയിൽ താങ്ങി അവയിലൊന്നിൽ സുഖദേവ് ഇരുന്നു. പ്രഭാകരൻ ചേട്ടൻ്റേത് കൊലപാതകമാണെങ്കിൽ അതിനു പിന്നിൽ ആരായിരിക്കും? എന്തിനു കൊന്നു? ഒരു കൊല നടത്താനുള്ള ധൈര്യമൊന്നും ശിവദാസിനുണ്ടാവില്ലെന്ന് അയാൾക്കറിയാം. തന്മയുടെയും ആദിയുടെയും ക്ലാസ്സിലെ കുട്ടികളും അധ്യാപകരുമൊക്കെ സ്കൂൾ ബസ്സിൽ അവിടെ വന്നിറങ്ങി. തങ്ങളുടെ കൂട്ടുകാരികളുടെ സങ്കടത്തിൽ മറ്റു കുട്ടികളും കൂട്ടക്കരച്ചിലൂടെ പങ്കുചേർന്നു. 4 മണിക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ പ്രഭാകരൻ്റെ മൃതദേഹം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ആ മുറ്റത്ത് വയ്ക്കുമ്പോഴും സുഖദേവ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. വരുന്നവരെയൊക്കെ അയാൾ ശ്രദ്ധിച്ചു. സ്കൂൾ PTA വകയായി ഡോക്ടർ കലാധരനും രാജശേഖരനും ചേർന്ന് ഒരു റീത്ത് വയ്ക്കുകയും ചെയ്തു. വന്യശ്വരൻ ധർമ്മരാജും വരും എന്നൊരു നേരിയ പ്രതീക്ഷയുണ്ടായിരുന്നു സുഖദേവിന്. പക്ഷേ അയാൾ വന്നില്ല. അകലെ നിന്ന് ആരും വരാനില്ലാത്തതിനാൽ അധിക നേരം കാത്തുവയ്ക്കാതെ പ്രഭാകരൻ്റെ ശവസംസ്കാരം നടത്തി. അപ്പോൾ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന ആർത്തനാദം ഉയർന്നു. കുട്ടികളെ കണ്ട് യാത്ര പോലും പറയാനുള്ള കരുത്തില്ലാതെ സുഖദേവ് റോഡിലേക്ക് ഇറങ്ങി. സാർ പോകുവാണോ? ശിവദാസൻ ഒപ്പം വന്നു. ദീർഘനിശ്വാസത്തോടെ സുഖദേവ് തലയാട്ടി. ശരിക്കും എനിക്ക് പേടിയുണ്ട് സാറേ, ശിവദാസൻ പറഞ്ഞു. എന്ത് ചെയ്തു പോകുന്ന അവസ്ഥയിലാണ് പത്മവും മക്കളും. അതിനാൽ എൻ്റെ ഭാര്യയും മക്കളെയും കൂടി കുറച്ച് ദിവസം ഇവിടെ നിർത്തുകയാ. അത് നന്നായി ചേട്ടാ, അങ്ങനെ തന്നെ വേണമല്ലോ. ഇനി ശിവദാസൻ ചേട്ടനേയുള്ളൂ ഈ വീടിൻ്റെ കാര്യം നോക്കാൻ. സുഖദേവ് അങ്ങനെ പറഞ്ഞപ്പോൾ ശിവദാസൻ വിളറി.
അയാൾ വിഷയം മാറ്റി. പശുക്കളെ പുറത്തേക്ക് മാറ്റി കെട്ടിയേക്കുക. അതുങ്ങൾക്ക് വല്ല പുല്ലോ വെള്ളമോ കൊടുത്തിട്ടില്ല. തൊഴുത്തിൽ കയറ്റേണ്ടെന്നാ പോലീസിൻ്റെ നിർദ്ദേശം. ഞാൻ അവയുടെ കാര്യം കൂടി ഒന്ന് നോക്കി വെച്ച് വരട്ടെ. ശരി. അത്രയും പറഞ്ഞിട്ട് സുഖദേവ് ബൈക്കിൽ കയറി. അയാൾ കുന്നിറങ്ങി പോകുന്നത് നോക്കി ശിവദാസൻ നിന്നു. സാറ് പറഞ്ഞതുപോലെ ഇനി ഈ കുടുംബത്തിൻ്റെ ഭാരം കൂടി തൻ്റെ തലയിലാകുമോ? ബാങ്കുകാർ എല്ലാം ജപ്തി ചെയ്യുക കൂടി ചെയ്താൽ താൻ സംരക്ഷിക്കേണ്ടി വരുമോ? അങ്ങനെ ചിന്തിച്ചപ്പോൾ തന്നെ ശിവദാസന് നെഞ്ചിരിപ്പ് വർദ്ധിക്കാൻ തുടങ്ങി. രാത്രി വീട്ടിലെത്തിയ സുഖദേവ് അമ്മയോടും പെങ്ങളോടും പ്രഭാകരൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞു. അന്ന് ആശുപത്രിയിൽ വന്ന പിള്ളേരുടെ അച്ഛനാണോ മോനെ? സതി മകനെ നോക്കി. അതെ. നല്ല പൊന്നുംകുടം പോലത്തെ പിള്ളേർ. കഷ്ടമായി പോയി. സതിക്കും പ്രയാസമായി. സുഖദേവ് കുളിച്ച് വേഷം മാറി. പ്രഭാകരൻ്റെ മരണം അയാളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. സുഖദേവിൻ്റെ വീടിനു മുന്നിൽ ഒരു പരന്ന പാറയാണ്. അതിന് മുകളിലൂടെ തന്നെയാണ് റോഡും. അയാൾ മൊബൈൽ ഫോണുമായി അവിടേക്കിറങ്ങി. നല്ല കാറ്റുണ്ട്. പാറപ്പുറത്ത് നിന്നാൽ മറയൂർ ടൗൺ മുഴുവൻ കാണാം. ഇരുളിൽ നക്ഷത്രങ്ങൾ നിലം പതിച്ചതുപോലെ താഴ്വാരത്തെ വൈദ്യുതി ദീപങ്ങൾ കണ്ടുകൊണ്ട് സുഖദേവ് ഫോണിൽ ഒരു നമ്പർ പരതി. അവസാനം കണ്ടെത്തി. അലക്സാണ്ടർ. അയാൾ ആ നമ്പറിലേക്ക് വിളിച്ചു. അപ്പുറത്ത് 4-5 തവണ ബെൽ മുഴങ്ങിയപ്പോൾ ഫോൺ എടുക്കപ്പെട്ടു. യെസ്, CI അലക്സാണ്ടർ ഹിയർ. നിങ്ങളാരാണ്? എന്തു വേണം? ഘനമുള്ള ശബ്ദം. എടാ പട്ടരെ, പെട്ടെന്ന് സുഖദേവ് വിളിച്ചു. അപ്പുറത്തെ അമ്പരപ്പ് ഫോണിലൂടെ അയാൾ തിരിച്ചറിഞ്ഞു. പിന്നെ മയത്തിലുള്ള ചോദ്യം. ആരാടാ? നിനക്ക് ഓർമ്മ കാണത്തില്ല. എൻ്റെ പേര് സുഖദേവ്. മറുത്തലയ്ക്കിൽ നിന്ന് പൊട്ടിച്ചിരി. നീ ഇപ്പോഴും പിള്ളേരെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പഠിപ്പിക്കുവാണോടാ? പിന്നല്ലാതെ. പച്ചരി വാങ്ങിക്കേണ്ടടാ. സുഖദേവ് കാലുകൾ നീട്ടിയിട്ട് പാറപ്പുറത്തിരുന്നു. പച്ചരിയോ? നിൻ്റെയൊക്കെ ശമ്പളം വെച്ച് നോക്കുമ്പോൾ ബിരിയാണി വാങ്ങാവിടാ. ആ, ഒരു സന്തോഷ വാർത്തയുണ്ട്. അടുത്ത് തന്നെ നമുക്ക് നേരിൽ കാണാം. ഞാൻ നിൻ്റെ നാട്ടിലേക്ക് വരുന്നു. പിന്നെ 3 നേരവും ഭക്ഷണം നിൻ്റെ വീട്ടിൽ നിന്ന്. സുഖദേവ് ചിരിച്ചു. അതിനെന്താ, നീ വാടാ. അലക്സാണ്ടർ പെട്ടെന്ന് തിരക്കി. നിൻ്റെ ഈ വിളിയിൽ, ശബ്ദത്തിൻ്റെ പതർച്ചയിൽ എന്നെ കൊണ്ട് എന്തോ സഹായം വേണമെന്ന് തോന്നുന്നല്ലോ. അതെ, വേണം. കുറച്ച് സംസാരിക്കാനുണ്ട്. നീ ഫ്രീ ആണോ? അങ്ങനെ നോക്കണ്ട. ഞാനിപ്പോഴും ഓഫീസിലാണ്. മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുന്നു. നീ പറഞ്ഞോ. സുഖദേവ് വിശദമായി പ്രഭാകരൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞു. അലക്സാണ്ടർ എല്ലാം കേട്ടിരുന്നു. പിന്നെ ഉറപ്പു നൽകി. ഞാൻ ഇപ്പം തന്നെ മറയൂർ SIയെ വിളിക്കാം. അയാളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഞാൻ തന്നെ കൊലയാളിയെ കണ്ടെത്തിയിരിക്കും. പോരെ? മതി. സുഖദേവിന് ഇത്തിരി ആശ്വാസമായി. രാത്രിക്ക് കട്ടിക്കൂടി. പ്രഭാകരൻ്റെ വീട്ടിൽ നിശബ്ദത തളം കെട്ടിക്കിടന്നു. പത്മത്തിൻ്റെയും മക്കളുടെയും ദീർഘനിശ്വാസങ്ങൾ മാത്രം ഇടയ്ക്ക് കേൾക്കാം. അവർക്ക് കൂട്ടായി ശിവദാസിൻ്റെ കുടുംബവുമുണ്ട്. എത്ര നിർബന്ധിച്ചിട്ടും പത്മാവോ മക്കളോ ജലപാനം പോലും നടത്തിയിട്ടില്ല. തിണ്ണയിൽ കസേരയിൽ ചാഞ്ഞു കിടക്കുകയാണ് ശിവദാസൻ. അയാളെ കണ്ടാലുടൻ കൂട്ടിൽ കിടന്ന് കുരയ്ക്കാറുള്ള കട്ടപ്പ പോലും ഇന്ന് അനങ്ങിയിട്ടില്ല. ആ വീട്ടിലെ ദുരന്തം തിരിച്ചറിഞ്ഞതുപോലെ അവനും അനങ്ങാതെ ചുരുണ്ടിക്കൂടി കിടന്നു. സഹോദരിയുടെയും അനന്തിരുവരുടെയും ഭാവിയെക്കുറിച്ചായിരുന്നു ശിവദാസിൻ്റെ ഉത്കണ്ഠ. ഒപ്പം താൻ രക്ഷകനാകേണ്ടി വരുമോ എന്ന ഭീതിയും. മഞ്ഞിനെ വഹിച്ചുകൊണ്ടുള്ള ഒരു കാറ്റ് അയാളെ ഉലച്ചുപോയി. പെട്ടെന്ന് കട്ടപ്പ ചാടി എണീറ്റ് കുരച്ചു. കസേരയിൽ നിന്ന് ശിവദാസൻ ഞെട്ടിത്തിരിഞ്ഞു. അയാൾ കണ്ടു വീടിനരികിൽ നിന്ന് മഞ്ഞിൽ മറയുന്ന ഒരു മനുഷ്യരൂപം. ആരാടത്? ശിവദാസിൻ്റെ ശബ്ദം ഇരുളിൽ ഭീതി പൂണ്ടതായി. അയാൾ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. മുറ്റത്ത് നിന്ന് ഒരാൾ കോഴിക്കൂടിന് ചെടികൾക്കിടയിലൂടെ റോഡിലേക്ക് ചാടുന്നത് തിണ്ണയിൽ തെളിഞ്ഞു നിന്ന ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കണ്ടു. ശിവദാസൻ കുനിഞ്ഞ് തറയിൽ കമഴ്ത്തി വെച്ചിരിക്കുകയായിരുന്ന ടോർച്ച് എടുത്തു. അതുമായി വേഗം മുറ്റത്തേക്ക് ചാടി. നിൽക്കടാ അവിടെ. എടാ നിൽക്കാൻ. അയാൾ ഓടിപ്പോയ ഭാഗത്തേക്ക് അയാൾ ടോർച്ച് തെളിച്ചു. പക്ഷേ മഞ്ഞിലൂടെ 10 മീറ്ററിലധികം വെളിച്ചം കടന്നു ചെന്നില്ല. എന്താ ചേട്ടാ? വീടിനുള്ളിൽ നിന്ന് ശിവദാസിൻ്റെ ഭാര്യ സുചിത്രയും മക്കളും തിണ്ണയിലേക്ക് ഓടിയെത്തി. കട്ടപ്പ അപ്പോഴും ആൾ പോയ ഭാഗത്തേക്ക് നോക്കി കുര തുടർന്നു. ആരോ ഒരുത്തൻ. ശിവദാസൻ പിറുപിറുത്തു. ആണൊരുത്തനില്ലാത്ത വീടല്ലേ? ഇനി ഇവിടെ എന്തോ ആകാമെന്ന് കരുതിയിട്ടുണ്ടാവും. ചെറ്റകൾ. ഇങ്ങ് വരട്ടെ. അകത്ത് കിടക്കുന്ന പത്മവും മക്കളും കൂടി കേൾക്കാനായി ഉറക്കെയാണ് അയാളത് പറഞ്ഞത്. ചേടാ. സുചിത്ര മൂക്കത്ത് വിരൽ വെച്ചു. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ ജീവിക്കാൻ കഴിയും? ആ നോക്കാം. നിങ്ങളകത്ത് പോയിക്കോ. ശിവദാസൻ വീണ്ടും തിണ്ണയിൽ കയറി കസേരയിലിരുന്നു. ശിവദാസിൻ്റെ മകൾ അരുണിമ തന്മയേക്കാൾ 1 വയസ്സിന് മൂത്തതാണ്. മകൻ അരുൺ ആദിയുടെ പ്രായവും. വല്ലീശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അവനും പഠിക്കുന്നത്. അരുണിമ മറയൂരെ ഒരു ചിട്ടി കമ്പനിയിൽ സ്റ്റാഫാണ്. ഇനി ഒരാൾ കൂടിയുണ്ട് ശിവദാസിന്. എറണാകുളത്ത് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്ന മൂത്ത മകൻ. സുചിത്രയും മക്കളും അകത്തേക്ക് പോയി. 2-3 ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. CI അലക്സാണ്ടർ SI ഗിരിധരനെ വിളിച്ച് പ്രഭാകരൻ്റെ കൊലപാതകത്തെക്കുറിച്ച് സംസാരിച്ചു. അയാൾ തൻ്റെ സകല കഴിവുകളും പുറത്തെടുത്ത് അന്വേഷണം നടത്തിയെങ്കിലും കൊലയാളിയെക്കുറിച്ച് ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല. ആദ്യയും തന്മയും അതിനുശേഷം സ്കൂളിൽ പോയിട്ടില്ല. ടീച്ചേഴ്സ് ഒരു വട്ടം കൂടി അവിടെ വരികയും കുട്ടികളെ ആശ്വസിപ്പിക്കുകയും പഠിത്തം മുടക്കരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു.
കുട്ടികൾ ഇത്തിരി കഞ്ഞിയെങ്കിലും കുടിച്ചത് 2 ദിവസത്തിന് ശേഷമാണ്. അതിനടുത്ത ദിവസം 5 മണി. ഒരു ടെമ്പോ വാൻ വന്ന് റോഡിൽ നിന്നു. അതിൽ നിന്ന് പ്രായമുള്ള 2 പേർ ഇറങ്ങി. ശിവദാസൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഭാര്യയും മക്കളും മറയൂരുള്ള അവരുടെ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. ശിവദാസൻ മുറ്റത്തേക്ക് വന്ന ആഗതരെ നോക്കി കണ്ണിറക്കി. പിന്നെ ഒന്നും അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു, ആരാ? എവിടുന്നാ? ഞങ്ങൾ മൂന്നാറിൽ നിന്ന് വരികയാ, ഒരാൾ അറിയിച്ചു. ഇവിടെ 4-5 പശുക്കളെ വിൽക്കാനുണ്ടെന്നറിഞ്ഞു. നിങ്ങളിരിക്കെ, ഞാൻ പെങ്ങളെ വിളിക്കാം. അയാൾ അകത്തേക്ക് തിരിഞ്ഞു. പത്മം. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ പത്മവും പിന്നിൽ മക്കളെയും തല നീട്ടി. പാരിപ്പറക്കുന്ന മുടിയും മുഷിഞ്ഞ വസ്ത്രങ്ങളുമായിരുന്നു അവരുടേത്. എന്താ ചേട്ടാ? പത്മ ആഗതരെയും ശിവദാസിനെയും മാറി മാറി നോക്കി. ഇവിടുത്തെ പശുക്കളെ വിൽക്കാനുണ്ടോ എന്ന് ചോദിച്ചു വന്നിരിക്കുക. പത്മത്തിൻ്റെ മുഖത്ത് അമ്പരപ്പ്. വിൽക്കാനോ? ശിവദാസന് കൂസലിഞ്ഞെ പറഞ്ഞു. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ? നിന്നെ കൊണ്ടാവുമോ അതുങ്ങളെ നോക്കാൻ? പിള്ളേർക്കാണെങ്കിൽ സമയവും ഉണ്ടാവില്ല. എനിക്ക് 3-4 ദിവസമായി അവറ്റകളെ പരിപാലിച്ച് മേലനക്കാൻ പോലും വയ്യ. മാത്രമല്ല, എത്ര ദിവസമെന്ന് കരുതിയാ ഞാനിവിടെ നിൽക്കുന്നേ? പത്മ മിണ്ടിയില്ല. ശിവദാസൻ തുടർന്നു. എനിക്ക് കട തുറക്കണ്ടായോ? ഇനിയും അത് അടച്ചിട്ടാൽ സ്ഥിരം കസ്റ്റമേഴ്സ് വേറെ കട തേടി പോകും. പശുക്കൾ പട്ടിണി കിടന്ന് ചാകുന്നതിനേക്കാൾ നല്ലതല്ലേ വിറ്റ് കളയുന്നത്? കുറച്ച് കാശ് ഒന്നിച്ച് കയ്യിൽ വരികയും ചെയ്യും. പത്മ ശങ്കിച്ചു നിന്നു. അവൾ തൻ്റെ വശത്തേക്ക് വരും എന്ന് തന്നെ ശിവദാസൻ കരുതി. പക്ഷേ ആ നേരത്താണ് പടിക്കൽ ടെമ്പോയ്ക്ക് പുറകിലായി ഒരു ബുള്ളറ്റ് ബൈക്ക് വന്നു നിന്നത്. അതിൽ നിന്ന് സുഖദേവ് ഇറങ്ങുന്നത് കണ്ടപ്പോൾ ശിവദാസിൻ്റെ മുഖം ഇരുണ്ടു. സുഖദേവ് മുറ്റത്തെത്തി. അവിടെ നിന്ന് അവരെ ശ്രദ്ധിച്ചുകൊണ്ട് അയാൾ ശിവദാസിനെയും പത്മത്തെയും നോക്കി. ആരാ ഇവര്? പത്മം കാര്യം പറഞ്ഞു. സുഖദേവിൻ്റെ നെറ്റി ചുളിഞ്ഞു. പശുക്കളെ വിറ്റാൽ ആകെ കുടിയുള്ള വരുമാനം നിലച്ചു പോകില്ലേ? നിങ്ങളെല്ലാം കൂടി അവയെ നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, അങ്ങനെ ചെയ്താൽ മറ്റു ചിന്തകളിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മോചനവും കിട്ടും. അല്ല സാറേ, ഞാൻ പറഞ്ഞു വരുന്നത്. ശിവദാസൻ എഴുന്നേറ്റു. അയാൾ പൂർത്തിയാക്കും മുമ്പ് സുഖദേവ് പറഞ്ഞു. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വാങ്ങിയ പശുക്കളല്ലേ? അവയെ വിറ്റെന്നറിഞ്ഞാൽ ഉടൻ തന്നെ മുഴുവൻ കുടിശ്ശികയും അടച്ചു തീർക്കണമെന്ന് അവർ പറയും. പശുക്കളെ വിറ്റാൽ അതിന് തികയുമോ? ശിവദാസിന് ഉത്തരം മുട്ടി. പെട്ടെന്ന് തന്മയെ പറഞ്ഞു. പശുക്കളെ വിൽക്കണ്ട അമ്മേ, ഞാനും ആദ്യം കൂടി നോക്കിക്കോളാം. അത് കേട്ട് ശിവദാസൻ അവളെ രൂക്ഷമായി നോക്കി. പക്ഷേ അനിഷ്ടം കടിച്ചു പിടിച്ചതല്ലാതെ പുറത്ത് പ്രകടിപ്പിച്ചില്ല. എങ്കിൽ ഞങ്ങൾ പോവാം. മൂന്നാറിൽ നിന്ന് വന്നവർ മടങ്ങി. ആദ്യം അകത്തുനിന്ന് ഒരു കസേര എടുത്തുകൊണ്ടുവന്ന് തിണ്ണയിലിട്ടു. സാറിരിക്കേ. സുഖദേവ് ഇരുന്നു. എന്നിട്ട് ശങ്കിച്ചു നിൽക്കുന്ന ശിവദാസനോട് പറഞ്ഞു, ചേട്ടനും ഇരിക്കേ. അതൃപ്തിയോടെ ശിവദാസനും ഇരുന്നു. കേസിൻ്റെ കാര്യം എന്തായെന്ന് വല്ലതും അറിയാമോ സാറേ? എന്തെങ്കിലും സംസാരിക്കണമല്ലോ എന്ന് കരുതിയാണ് ശിവദാസൻ തിരക്കിയത്. ഞാൻ SIയെ കണ്ടിരുന്നു. ഒന്നുമായിട്ടില്ല. സുഖദേവ് ദീർഘമായി നിശ്വസിച്ചു. പശുക്കളെ വിൽക്കണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാര്യം അതുങ്ങളെ തൊഴുത്തിൽ കയറ്റി കെട്ടാൻ പോലും പോലീസുകാരെ സമ്മതിക്കാത്തതുകൊണ്ടാണ്. ശിവദാസൻ തൻ്റെ ഭാഗം ന്യായീകരിച്ചു. അതിന് നമുക്ക് വഴിയുണ്ടാക്കാം. സുഖദേവ് ഫോണെടുത്ത് മറയൂർ SIയുമായി സംസാരിച്ചു. അതിനുശേഷം പറഞ്ഞു, പശുക്കളെ തൊഴുത്തിൽ കെട്ടിക്കോളൂ. പോലീസ് സമ്മതിച്ചു. ശിവദാസൻ വിളറിപ്പോയി. സുഖദേവ് അത് ശ്രദ്ധിച്ചു. എങ്കിൽ ഞാൻ പോയി അങ്ങനെ ചെയ്തിട്ട് വരാം. അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് പോലെ ശിവദാസൻ പോയി. പത്മത്തിനും മക്കൾക്കും സുഖദേവനുമിടയിൽ അല്പം നിശബ്ദത പരന്നു. അത് വഞ്ചിച്ചത് സുഖദേവാണ്. അയാൾ കുട്ടികളെ നോക്കി. ടീച്ചേഴ്സ് വന്ന് വിളിച്ചില്ലേ? എന്നിട്ട് നിങ്ങളെന്താ സ്കൂളിൽ വരാഞ്ഞത്? ഇനിയിപ്പോൾ അതൊന്നും വേണ്ട സാറേ, ഞങ്ങളുടെ തീരുമാനം, പരങ്ങളോട് തന്മയെ പറഞ്ഞു. പഠിച്ചിട്ടൊക്കെ ഇനി എന്താകാനാ? സുഖദേവന് ദേഷ്യം വന്നു. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? വല്ലതും ആവുകയോ ആവാതിരിക്കുകയോ ചെയ്യട്ടെ, പഠിച്ചേ പറ്റൂ. അതൊരു ആജ്ഞയായിരുന്നു. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, അത് നേരെ. പക്ഷേ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് മറക്കരുത്. അതാർക്കും പ്രവചിക്കാൻ പറ്റില്ലെങ്കിലും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളൊന്നും മുടക്കിക്കൂടാ. എന്നും പശുക്കളെ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ കഴിയുമോ? പ്രായമായി വരുന്ന നിങ്ങളുടെ അമ്മയെ എന്നും കഷ്ടപ്പെടുത്തണമെന്നാണോ? കുട്ടികൾക്ക് ഉത്തരം മുട്ടി. നാളെ മുതൽ ഞാനിവിടെ പറഞ്ഞുവിടാം സാറേ. പത്മം സമ്മതിച്ചു. അപ്പോൾ സുഖദേവ് തിരക്കി. പ്രഭാകരൻ ചേട്ടൻ്റെ മരണത്തിൽ നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ? പത്മവും മക്കളും പരസ്പരം നോക്കി. അങ്ങനെ ചോദിച്ചാൽ? പത്മം പകുതിക്ക് നിർത്തി. സുഖദേവന് മനസ്സിലായി അവർക്കെന്തോ സംശയമുണ്ട്. സംഭവം ദിവസത്തിൻ്റെ തലേന്ന് പ്രഭാകരനും തന്മയും കൂടി ഡോക്ടർ കലാധരൻ്റെ വീട്ടിൽ പോയതും അവിടെ വെച്ചുണ്ടായ കാര്യങ്ങളും പത്മം വ്യക്തമാക്കി. സുഖദേവന് അത് പുതിയ അറിവായിരുന്നു. പിന്നെ അധിക നേരം അവിടെ ചെലവഴിക്കാതെ അയാൾ എഴുന്നേറ്റു. 2-3 ദിവസത്തിനുള്ളിൽ പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് എനിക്ക് ലോൺ കിട്ടും. കുറച്ച് പണം നമുക്ക് ബാങ്കിൽ അടയ്ക്കാം. ഉറപ്പ് നൽകിയിട്ടാണ് അയാൾ പോയത്. രാത്രി വല്യശ്വരൻ ധർമ്മരാജൻ്റെ വീട്ടിൽ അയാൾക്കൊപ്പം ഡോക്ടർ കലാധരനും തോട്ടൻ രാജൻ എന്ന രാജശേഖരനും ഉണ്ടായിരുന്നു. ഒരു പുതിയ കുപ്പി മദ്യമെടുത്ത് അവരുടെ മുന്നിലേക്ക് തീപ്പൊയിൽ വെച്ചു ധർമ്മരാജ്. ഒഴിക്ക്. തോട്ടൻ രാജൻ 3 ഗ്ലാസുകളിലായി മദ്യം പകർന്നു. അവയിലേക്ക് ഐസ് ക്യൂബുകളും എടുത്തിട്ടു. ശേഷം സോഡ കലർത്തി ഗ്ലാസ്സിൽ മദ്യം നിറയുന്നത് നോക്കിക്കൊണ്ട് ധർമ്മരാജ് തിരക്കി. എടോ കലാധര, എന്നോട് സത്യം പറയണം. താനല്ലേ ആ പ്രഭാകരനെ കൊന്നത്? അല്ലെങ്കിൽ തൻ്റെ ആളുകൾ? കലാധരൻ തല കുടഞ്ഞു. സത്യമായിട്ടല്ല സാറേ.
പക്ഷേ ആരെങ്കിലും അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ അത് ചെയ്തേനെ. കാരണം എൻ്റെ വീട്ടിൽ കയറിയ അവൻ എന്നെയും മോനെയും തല്ലിയത്. അപ്പോൾ താനല്ല പിന്നെ ആര്? ധർമ്മരാജ് ഗ്ലാസ് ഉയർത്തി ചിയേഴ്സ് പറഞ്ഞിട്ട് ഒന്ന് സിപ്പ് ചെയ്തു. ഈ മറയൂരും കാന്തല്ലൂരും വട്ടവടയിലുമൊക്കെ നമ്മൾ 3 പേരല്ലാതെ ഇതിനൊക്കെ ധൈര്യമുള്ളവർ ആരാടോ? അങ്ങനെ ഒരുത്തൻ ഇവിടെ ഉണ്ടാകാൻ പാടില്ലല്ലോ. കലാധരനും തോട്ടൻ രാജനും അതിനെ പിന്താങ്ങി. അവനെ നമ്മൾ കണ്ടെത്തും സാറേ. അവരും ഗ്ലാസ് ഉയർത്തി ഒരു കവിൾ കുടിച്ചു. പെട്ടെന്ന് കലാധരൻ്റെ ഫോൺ ശബ്ദിച്ചു. അയാൾ എടുത്തു നോക്കി. പരിചയമില്ലാത്ത നമ്പർ. ഹലോ. അയാൾ കോൾ അറ്റൻഡ് ചെയ്തു. ഡോക്ടർ കലാധരനല്ലേ? അപ്പുറത്തുനിന്ന് മയമില്ലാത്ത ചോദ്യം. അതെ. അയാളുടെ മുഖം കനത്തു. ഞാൻ മറയൂർ SI ആണ്. എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം. അതെന്തിനാ സാർ? ഞാൻ രാവിലെ വരാം. അതുപോരാ ഡോക്ടറെ, ഇപ്പം തന്നെ വേണം. നിങ്ങൾ എവിടെയുണ്ട്? ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ. ഓക്കെ, തിരിച്ച് സ്റ്റേഷൻ വഴി വരണം. കലാധരന് സംശയത്തിൻ്റെ ചൂരടിച്ചു. സാർ കാര്യം പറഞ്ഞില്ല. അതൊക്കെ നേരിൽ കാണുമ്പോൾ പറയാം. SI ഫോൺ കട്ട് ചെയ്തു. ആരാ? ധർമ്മരാജ അയാളെ നോക്കി. പോലീസ് സ്റ്റേഷനിൽ നിന്നാ. ഞാൻ പറഞ്ഞല്ലോ. ധർമ്മരാജ് ചിരിച്ചു. എനിക്ക് മാത്രമല്ല, പലർക്കും തന്നെ സംശയമുണ്ട്. കലാധരൻ വിളറിപ്പോയി. ഡോക്ടർ പേടിക്കേണ്ട, ഞാനും കൂടി വരാം, തോട്ടൻ രാജൻ പറഞ്ഞു. എങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ സാറേ. കലാധരൻ ധർമ്മരാജനെ നോക്കിക്കൊണ്ട് എഴുന്നേറ്റു. പിന്നെ മറ്റേ കാര്യത്തിന് തീരുമാനമായില്ല. കോഴിക്കോട്ട് പാർട്ടി 1 മാസത്തിനുള്ളിൽ പണി തുടങ്ങാൻ ഒരുങ്ങിയിരിക്കുകയാ, ധർമ്മരാജ് ഓർമ്മപ്പെടുത്തി. അത് സാരമില്ല സാറേ, നമ്മൾ സ്ഥലം കണ്ടെത്തിയിരിക്കും. അവർ മടങ്ങി. കലാധരനും തോട്ടൻ രാജനും സ്റ്റേഷനിൽ എത്തുമ്പോൾ SI കാത്തിരിക്കുകയാണ്. നേരത്തെയുള്ള പരിചയഭാവമൊന്നും അയാളുടെ മുഖത്തിലെന്ന് ഇരുവരും മനസ്സിലാക്കി. നിങ്ങൾ പുറത്തു നിൽക്കണം, ഗിരിധരൻ ഒട്ടും തോട്ടൻ രാജനോട് പറഞ്ഞു. അനിഷ്ടത്തോടെ രാജശേഖരൻ വെളിയിലിരുന്നു. SI പ്രഭാകരൻ്റെ മരണവുമായി ബന്ധപ്പെടുത്തി ഡോക്ടർ കലാധരനെ ചോദ്യം ചെയ്തു. അയാളൊന്നും സമ്മതിച്ചില്ല. അവസാനം ഗിരിധരൻ പറഞ്ഞു നിർത്തി. ഇനിയുള്ള എൻ്റെ അന്വേഷണത്തിൽ അങ്ങനെ വല്ലതും തെളിഞ്ഞാൽ ഡോക്ടർ എന്നിൽ നിന്ന് യാതൊരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കരുത്. ഇല്ല. നേർത്ത ചിരിയോടെ കലാധരൻ SIയുടെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി. പിറ്റേന്ന് തന്മയയും ആദ്യയും സ്കൂളിലെത്തി. മറ്റു കുട്ടികൾ സഹതാപത്തോടെ അവരെ എതിരേറ്റു. തന്മയ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ കലേഷും അഭിജിത്തും കൂടി അവളെ നോക്കിക്കൊണ്ട് ഒരു ഭാഗത്തിരുന്ന് സ്വകാര്യം പറയുന്നത് കണ്ടു. അതെന്താണെന്ന് തന്മയ്ക്ക് ബോധ്യമായി. അതോടെ അവളുടെ സകല ഊർജ്ജവും പോയി. ടീച്ചേഴ്സ് പഠിപ്പിച്ചതൊന്നും അവളുടെ മനസ്സിൽ കയറിയില്ല. ഇൻ്റർവെൽ സമയത്ത് അഭിജിത്ത് അവളുടെ അടുത്ത് വന്ന് മറ്റാരും കേൾക്കാതെ പറഞ്ഞു. ഇന്ന് രാത്രിയിൽ കലേഷ് നിന്റെ ഫോണിലേക്ക് വിളിക്കും. അറ്റൻഡ് ചെയ്തേക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത വളരെ വലുതായിരിക്കും. തന്മയെ വല്ലാതെ ഒന്ന് ഞെട്ടി. വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചോറ്റുപാത്രം പോലും അവൾ അന്ന് തുറന്നില്ല. തൻ്റെ നെഞ്ചിരിപ്പിന് മറ്റുള്ളവർ കേൾക്കുന്നുണ്ടെന്ന് പോലും അവൾക്ക് തോന്നി. ഇടയ്ക്ക് സുഖദേവനെ കണ്ടെങ്കിലും ഒന്നും പറയാനുള്ള സാഹചര്യമായിരുന്നില്ല. സാറിനല്ലാതെ മറ്റാർക്കും തന്നെ സഹായിക്കാൻ കഴിയില്ലെന്ന് തന്മയ്ക്കറിയാം. ഉച്ചഭക്ഷണത്തിന് ശേഷം കലേഷും അഭിജിത്തും കൂടി ഗ്രൗണ്ടിലെ തണൽ മരത്തിന് ചുവട്ടിൽ പോയി എന്തൊക്കെയോ രഹസ്യ ചർച്ച നടത്തുന്നത് സുഖദേവ് കണ്ടു. അയാൾക്ക് പെട്ടെന്ന് ഒരാശയം തോന്നി. സുഖദേവ് വേഗം NCCയുടെ റൂമിലേക്ക് നടന്നു. അവിടെ ഇരുന്ന കമ്പ്യൂട്ടറിൽ വേഗം ഒരു കത്ത് ടൈപ്പ് ചെയ്തു. അതിൻ്റെ പ്രിൻ്റ് എടുത്ത ശേഷം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. തുടർന്ന് ഒരു കവറിന് പുറത്ത് കലേഷിൻ്റെ അഡ്രസ്സും ടൈപ്പ് ചെയ്ത് ലെറ്റർ അതിനുള്ളിലാക്കി. മറ്റാരും കാണാതെ അത് ഷർട്ടിനുള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് മുറിയിൽ നിന്നിറങ്ങി. ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ് ആരംഭിച്ചിരുന്നു. പ്രിൻസിപ്പൽ റൂമിന് മുന്നിലെ പാസേജിൽ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ഭിത്തിയിലുള്ള ബോക്സിലാണ് വിദ്യാർത്ഥികൾക്ക് വരുന്ന ലെറ്ററുകൾ വയ്ക്കാറുള്ളത്. സുഖദേവ് താൻ തയ്യാറാക്കിയ ലെറ്റർ സൂത്രത്തിൽ അതിനുള്ളിൽ വെച്ചു. പിന്നെ അവിടെ നിന്ന് മാറി. ഉച്ചയ്ക്ക് ശേഷം 2ാം പീരീഡ് കഴിഞ്ഞുള്ള ഇൻ്റർവെൽ സമയത്ത് കൂട്ടുകാരിൽ ഒരാൾ ചെന്ന് കലേഷിനോട് പറഞ്ഞു. നിനക്ക് ഒരു കത്ത് ബോക്സിൽ ഇരിപ്പുണ്ട്. എനിക്കോ? കത്തോ? ഇക്കാലത്ത് ആരെങ്കിലും കത്തയക്കുമോടാ? ചോദിച്ചുകൊണ്ട് അവൻ ചെന്ന് ആ ലെറ്റർ എടുത്തു. എന്നിട്ട് അത്ഭുതത്തോടെ അത് തുറന്നു. അതിലേക്ക് നോക്കിയ അവൻ പെട്ടെന്ന് മറ്റുള്ളവർ കാണാതിരിക്കാനായി ഒരു ഭാഗത്തേക്ക് മാറി നിന്നു. ഓരോ വാചകം വായിക്കുമ്പോഴും അവൻ്റെ മുഖത്ത് പലവിധ ഭാവങ്ങൾ തെളിഞ്ഞു. എല്ലാം സ്റ്റാഫ് റൂമിലിരുന്ന് സുഖദേവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കലേഷ് 4 പാട് നോക്കിയിട്ട് വേഗത്തിൽ കത്തുമടക്കി പാൻസിൻ്റെ പോക്കറ്റിൽ തിരുകി. ആരുടെ കത്താടാ? അഭിജിത്ത് അവൻ്റെ അരികിലേക്ക് ചെന്നു. എൻ്റെ ഒരു പഴയ കക്ഷിയുടെയാ. കലേഷ് ചിരിക്കാൻ ശ്രമിച്ചു. പിന്നെന്താ നീ വിളറിയിരിക്കുന്നത്? അഭിജിത്തിന് സംശയം. അതോ, അവൾ എൻ്റെ പപ്പയുടെ അടുത്ത് എല്ലാം തുറന്നു പറയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. കൂടുതലൊന്നും പറയാതെ അവൻ ക്ലാസ്സിലേക്ക് കയറി. 4:30 ക്ലാസ് വിട്ടയുടൻ കലേഷ് തൻ്റെ സൈക്കിളിൽ പാഞ്ഞു പോകുന്നത് സുഖദേവ് കണ്ടു. ഒരകലം വിട്ട് തൻ്റെ ബുള്ളറ്റ് ബൈക്കിൽ അയാൾ അവനെ പിന്തുടർന്നു. മറയൂർ ഭാഗത്തേക്കാണ് കലേഷ് അതിവേഗം സൈക്കിൾ ചവിട്ടിയത്. തെങ്കാശിനാഥൻ ക്ഷേത്രം കഴിഞ്ഞുള്ള കയറ്റം ആരംഭിക്കുകയായി. കലേഷ് സൈക്കിളിൽ നിന്ന് ഇറങ്ങിയില്ല. അവൻ കയറ്റം ചവിട്ടി കയറ്റിക്കൊണ്ടിരുന്നു. അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു പരിഭ്രമം തങ്ങി നിന്നു. അല്പനേരത്തിനുള്ളിൽ അവൻ വിയർപ്പിൽ കുളിച്ചു. കയറ്റത്തിൻ്റെ മുകളറ്റത്ത് വലതുവശത്തായി മറയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. അതിനു പിന്നിൽ ആകാശം മുട്ടി നിൽക്കുന്ന പാറക്കുന്ന്. മുരുകൻ പാറയെന്നും കുരിശുമലയെന്നും അറിയപ്പെടുന്ന കുന്ന്. സ്കൂളിന് താഴെ സൈക്കിൾ വെച്ചിട്ട് ഇടതുഭാഗത്തെ ചരിഞ്ഞ പാറയിലൂടെ അവൻ മുകളിലേക്ക് ഓടിക്കയറാൻ തുടങ്ങി.
പിന്നാലെ ബൈക്കിൽ വന്ന സുഖദേവ് അവനെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയി. 5 മിനിറ്റ് കൊണ്ട് കലേഷ് കുരിശുമലയ്ക്ക് മുകളിലെത്തി. അവിടെയെങ്ങും ആരെയും കണ്ടില്ല. പാറയുടെ നെറുകയിൽ ഒരു കുരിശ് സ്ഥാപിച്ചിരിക്കുന്നു. പിന്നെ ടൂറിസ്റ്റുകൾക്ക് ഇരിക്കാനായി ഏതാനും സിമൻറ്റ് ബെഞ്ചുകൾ. അതിനു ചുറ്റും ടൈൽസ് പാകിയിരുന്നു. മറ്റൊരു ഭാഗത്ത് പകുതിക്ക് പണി നിർത്തിയ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗം. പിന്നെ ഏതാനും മുനിയറകൾ. അവയിൽ മിക്കതും തകർന്ന നിലയിലാണ്. പൗരാണിക കാലത്തിൻ്റെ തിരുശേഷിപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ എന്നവണ്ണം ഇപ്പോൾ അവയ്ക്ക് ചുറ്റും മുള്ളുവേലികൾ സ്ഥാപിച്ചിട്ടുണ്ട്. കലേഷ് തളർച്ചയോടെ സിമൻറ്റ് ബെഞ്ചിൽ വീഴും പോലെ ഇരുന്നു. ഷർട്ടിൻ്റെ ബട്ടണുകൾ അഴിച്ച് വിടർത്തിയിട്ടു. അവൻ്റെ പരിഭ്രമം അനുനിമിഷം ഏറുകയാണ്. തന്നോട് ഇവിടേക്ക് വരാൻ കത്തെഴുതിയത് ആരാണ്? അയാൾ എല്ലാം എങ്ങനെ അറിഞ്ഞു? പപ്പ എങ്ങാനും ഇക്കാര്യം മനസ്സിലാക്കിയാൽ അതോടെ തീർന്നു. കുന്നിൻ്റെ അങ്ങേ ചരിവിൽ ആദിവാസികൾക്കായി സർക്കാരുണ്ടാക്കിയ ചെറിയ വീടുകൾ. അവയിൽ ചുരുക്കം ചിലതിൽ മാത്രം താമസക്കാരുണ്ട്. ബാക്കിയുണ്ടായിരുന്നവരെല്ലാം പഴയ ഊരുകളിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. സമയം കടന്നു പോകുകയാണ്. കലേഷ് കൂടുതൽ അസ്വസ്ഥനായി. നേർത്ത മഞ്ഞിലൂടെ സൂര്യൻ്റെ ചുവന്ന മുഖം. താഴെ കോവിൽക്കടവും അതിനപ്പുറം ആനന്ദക്കോട്ടപ്പാറയും എല്ലാം കാണാം. പാറയിലൂടെ പാമ്പ് വളഞ്ഞു കിടക്കുന്നത് പോലെയുള്ള റോഡിലൂടെ തീപ്പെട്ടി വലിപ്പത്തിൽ ഇറങ്ങി വരുന്ന വാഹനങ്ങൾ. കലേഷിന് ക്ഷമ നശിച്ചു തുടങ്ങി. അവൻ പോക്കറ്റിൽ നിന്ന് കത്തെടുത്ത് ഒരു വട്ടം കൂടി വായിച്ചു. കലേഷിന്, നീ ഒരു കൊടും പാതകം ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ കഴിയുകയാണ് അല്ലേടാ. പക്ഷേ എല്ലാം നേരിൽ കണ്ട ഒരാളുണ്ടെന്ന് നീ അറിഞ്ഞില്ല. അത് ഞാനാണ്. പ്രഭാകരൻ്റെ ശവശരീരം അവിടെ നിന്ന് എടുക്കുന്നതിന് മുമ്പ് നിന്നെ എനിക്ക് പോലീസിന് കാട്ടിക്കൊടുക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്യാതിരുന്നതിൻ്റെ കാരണം നിന്നോട് ഞാൻ നേരിൽ പറയും. ഇന്ന് സ്കൂൾ വിട്ടുന്നയുടൻ നീ കുരിശുമലയിലെത്തണം. ബാക്കിയൊക്കെ അപ്പോൾ. നീ വരാതിരുന്നാൽ അതോടെ നിൻ്റെ ജീവിതം തീർന്നെന്ന് തന്നെ കരുതിക്കോടാ. എന്ന് പേരില്ല. താഴെ സ്കൂളിനരികിൽ ഒരു മിനി ബസ് വന്നു നിൽക്കുന്നതും അതിൽ നിന്ന് കുറേ ടൂറിസ്റ്റുകൾ ഇറങ്ങുന്നതും കലേഷ് കണ്ടു. അവർ സ്കൂൾ മുറ്റത്തുകൂടി പാറപ്പുറത്തേക്ക് വരുന്നു. അവരിൽ ആരുമല്ല തനിക്ക് ഈ കത്തെഴുതിയതെന്ന് അവനറിയാം. അസ്വസ്ഥത പെരുകുന്ന മനസ്സോടെ അവൻ ആ അജ്ഞാതനെ കാത്തിരുന്നു. ആ നേരത്ത് കുന്നിൻ്റെ വടക്കുമാറി ഒരു മുനിയറയ്ക്ക് പിന്നിൽ നിന്ന് സുഖദേവ് അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കലേഷ് ഇവിടെ എത്തിയപ്പോഴേ അയാൾക്കുറപ്പായി പ്രഭാകരൻ ചേട്ടൻ്റെ മരണത്തിൽ ഇവന് പങ്കുണ്ട്. സുഖദേവ് പെട്ടെന്ന് മടങ്ങി. നേരെ പോയത് മറയൂർ പോലീസ് സ്റ്റേഷനിലേക്ക്. SI ഗിരിധരൻ അവിടെ ഉണ്ടായിരുന്നു. സുഖദേവ് SIയോട് കാര്യം പറഞ്ഞു. അമ്പരന്ന് ഇരുന്ന് പോയി ഗിരിധരൻ. എങ്കിലിനി ഒന്നും നോക്കുന്നില്ല സുഖദേവ് സാർ. ഈ രാത്രിയിൽ തന്നെ അവനെ ഞാൻ പൊക്കിയിരിക്കാം. സാർ പോയിക്കോ. സുഖദേവ് SIയോട് നന്ദി പറഞ്ഞ് ഇറങ്ങി. സന്ധ്യയ്ക്കാണ് കലേഷ് പരീക്ഷണനായി വീട്ടിലെത്തിയത്. നീ ഇതുവരെ എവിടെ ആയിരുന്നടാ? സരസമ്മ അവനെ സൂക്ഷിച്ചു നോക്കി. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. അവൻ തൻ്റെ മുറിയിലേക്ക് പോകാനാഞ്ഞു. ഇല്ലായിരുന്നല്ലോ. നിൻ്റെ പപ്പ പ്രിൻസിപ്പലിനെ വിളിച്ചിരുന്നു. കലേഷ് ഒന്ന് പരുങ്ങി. എന്നിട്ട് പപ്പ എന്തിയേ? ക്ലിനിക്കിലേക്ക് പോയി. അത്രയും ആശ്വാസമെന്ന് അവനോർത്തു. കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിന് ശേഷം കൃത്യസമയത്ത് വീട്ടിൽ നിന്ന് പോവുകയും വരികയും ചെയ്തു കൊള്ളാമെന്ന് കലാധരൻ കർശനമായി നിഷ്കർഷിച്ചിരിക്കുകയാണ്. കലേഷ് തൻ്റെ മുറിയിലേക്ക് പോയി. പിന്നിൽ നിന്ന് സരസമ്മ പറഞ്ഞു. ചായ എടുത്തിട്ട് വച്ചിട്ടുണ്ടടാ. ഞാനൊന്ന് കുളിക്കട്ടെ. ബാഗ് കിടക്കയിലേക്ക് വലിച്ചെറിഞ്ഞു അവൻ. പിന്നെ ബാത്റൂമിൽ കയറി. ഷവറിൽ നിന്ന് തണുത്ത വെള്ളം ഉച്ചിയിലേക്ക് വീണിട്ടും തലച്ചോറ് ചുട്ട് പഴുക്കുകയാണെന്ന് അവനറിഞ്ഞു. ഒരുപാട് നേരം അങ്ങനെ നിന്നിട്ടും ഫലമുണ്ടായില്ല. അവസാനം അവൻ കുളി നിർത്തി. വേഷം മാറി വന്ന ചായക്കപ്പ് കയ്യിലെടുത്തതേയുള്ളൂ. മുറ്റത്ത് ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നു. SI ഗിരിധരനും 2 പോലീസുകാരിറങ്ങി. വാഹനത്തിൻ്റെ ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന സരസമ്മ പോലീസിനെ കണ്ട് നെറ്റി ചുളിച്ചു. എങ്കിലും തിരക്കി. എന്താ സാറേ? ഡോക്ടർ ഇല്ലേ? ഗിരിധരൻ അകത്തേക്ക് എത്തി നോക്കി. ക്ലിനിക്കിലാ, ഞാൻ വിളിക്കാം. അവർ പിന്തിരിയാൻ ഭാവിച്ചു. വേണ്ട. കലേഷുണ്ടോ? ഉണ്ട് സാർ. വിളിക്കേ. സരസമ്മ വിളിക്കുന്നതിന് മുമ്പ് കലേഷ് വാതിൽക്കലെത്തിയിരുന്നു. എന്നാൽ പോലീസിനെ കണ്ടതും പെട്ടെന്ന് പിന്നോട്ട് മാറി. ഗിരിധരൻ അത് ശ്രദ്ധിച്ചു. ഒളിക്കണ്ട, ഇറങ്ങി വാടാ, അയാൾ വിളിച്ചു. പരുങ്ങലോടെ കലേഷ് സിറ്റൗട്ടിലേക്ക് വന്നു. SI അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവൻ്റെ മുഖത്ത് വ്യക്തമായ പതർച്ച കണ്ടു. എന്താടാ ഒരു വെപ്രാളം? എന്ത്? ഒന്നുമില്ല സാർ. അവൻ ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ വിളറിപ്പോയി. പോർച്ചിലിരുന്ന സൈക്കിൾ ശ്രദ്ധിക്കുകയായിരുന്നു പോലീസുകാർ. അതിൻ്റെ ബ്രേക്ക് കേബിൾ പുതിയതാണെന്ന് കണ്ടു. ഈ കേബിള് അടുത്ത ദിവസമാണോടാ മാറിയത്? അതെ സാർ. നേരത്തെയുള്ള കേബിള് പൊട്ടിപ്പോയായിരുന്നു. അവൻ്റെ ശബ്ദം പതറി. SI ഗൂഢമായി ചിരിച്ചു. എന്നിട്ട് അതെന്തിയേ? സൈക്കിൾ ഷോപ്പുകാരെ എവിടെയെങ്കിലും കളഞ്ഞു കാണും. അവൻ കൈവിരലുകൾ പരസ്പരം കോർത്തു പിടിച്ചു. കലേഷിൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചിരുന്നു. നിനക്കെന്താണ് ഒരു പേടി പോലെ? ഗിരിധരൻ അവൻ്റെ സമീപത്തേക്ക് അല്പം കൂടി നീങ്ങി നിന്നു. ഒന്നുമില്ല സാർ. ഞാനെന്തിനാ പേടിക്കുന്നത്? കുറ്റവാളികളല്ലേ പോലീസിനെ കാണുമ്പോൾ ഭയക്കേണ്ടത്. ഒന്നും മനസ്സിലാകാതെ മകനെയും SIയെയും മാറി മാറി നോക്കുകയാണ് സരസമ്മ. അത് നേരാ. ഗിരിധരൻ ചിരിച്ചു. ഇവൻ വിളഞ്ഞ വിത്താണെന്ന് മനസ്സിൽ പറയുകയും ചെയ്തു. കലേഷേ, സൈക്കിൾ ഷോപ്പുകാരോട് കളഞ്ഞ ആ കേബിൾ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അത് എവിടെ നിന്നാണ് കിട്ടിയതെന്നറിയാമോ? ഇല്ല സാർ. കലേഷ് കുടുകൂടെ വിയർത്തു തുടങ്ങി. നീ എന്താ വിയർക്കുന്നത്? SI വിടാനുള്ള ഭാവമില്ല. ഇപ്പം കുളിച്ചതേ ഉള്ളൂ, അതുകൊണ്ടാവും. എല്ലാത്തിനും ഉത്തരമുണ്ട് കലേഷിന്. ഗിരിധർ ഒന്ന് അമർത്തി മൂളി.
ഇതിനിടെ സരസമാകത്തേക്ക് പോവുകയും ഡോക്ടറെ വിളിച്ച് വിവരം പറയുകയും ചെയ്തു. ഗിരിധരൻ തുടർന്ന് തിരക്കി. എനിക്ക് ആ കേബിൾ കിട്ടിയത് ഒരു ചാണകക്കുഴിയിൽ നിന്നാണ്. അതിലൊരു ശവശരീരവും ഉണ്ടായിരുന്നു. അതെങ്ങനെ വന്നടാ? തലയിൽ ഇടിമിന്നൽ ഏറ്റതുപോലെ കലേഷ് വിറച്ചു. വീണ്ടും പുറത്തേക്ക് വന്ന സരസമ്മ ഈ വാചകമാണ് കേൾക്കുന്നത്. അവ്യക്തമായ ഒരു ഭയം അവർക്കുണ്ടായി. കലേഷ് പ്രതിരോധിക്കാൻ ശ്രമിച്ചു. 4-5 ദിവസം മുമ്പ് ഒരാൾ ഇവിടെ വന്ന് നിന്നെ തല്ലിയില്ലേ? അയാളുടെ ശവം. സരസമ്മ അത് കേട്ട് വിയർക്കാൻ തുടങ്ങി. ഗിരിധരൻ തുടർന്നു. ഒരു പക്ഷേ നീ പറയുമായിരിക്കും ഇത്തരം സൈക്കിൾ കേബിളുകൾ ലോകം മുഴുവനുണ്ടെന്ന്. പക്ഷേ ഇത് അങ്ങനെയല്ല. നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് പ്രഭാകരനെ കൊന്നത് നീയാണെന്ന്. അല്ല, ഞാനല്ല. കലേഷ് തിരിഞ്ഞോടാൻ ശ്രമിച്ചു. എന്നാൽ പോലീസുകാർ അവനെ പിടിച്ചു നിർത്തി. അല്ലെങ്കിൽ അങ്ങനെയൊരു കത്ത് കിട്ടിയ ഉടനെ നീ എന്തിനാടാ കുരിശുമലയിൽ പോയതും ഒരാളെ കാത്തു നിന്നതും? കലേഷിന് ഉത്തരം മുട്ടി. കഥ തുടരും.